നമ്മൾ ICA ഇന്നലെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതിന്റെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു, ക്വയറീസ് കാര്യങ്ങൾ വന്നിട്ട് ഇന്നിപ്പോ ഇങ്ങനെ ഒരു സെഷൻ വെച്ചാൽ യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞ ബേസിൽ നമ്മൾ സെഷൻ വെച്ചതാണ്. ബേസിക്കലി ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. നിങ്ങളെ ക്വയറീസ് കാര്യങ്ങൾ ചോദിക്കുക. ബിഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തുതരാം എന്താണ് ICA ഈ ഓപ്റ്റോഡ് സ്കീമിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ക്വയറീസ് ചോദിക്കാം, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്പൊ പറയണെന്താ വെച്ചാൽ നവംബർ 2020 എക്സാംസ് ആസ് ഷെഡ്യൂൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ എക്സാംസ് നടക്കുകയാണ്. ഇൻ കേസ് ഏതെങ്കിലും സ്റ്റുഡൻസ് ഓപ്റ്റ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്കീം പറഞ്ഞിരുന്നത് സ്റ്റുഡന്റ് ഈ നവംബർ 2020 എക്സാംസ് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത മെയ്യിലെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് എ ബിഗ് കൺസേൺ. കാരണം ഓൾറെഡി കഴിഞ്ഞ മെയ് എക്സാമിൽ മെയ്യിൽ നടക്കേണ്ടിരുന്ന എക്സാംസ് ആയിരുന്നു ഈ നവംബറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇനി വീണ്ടും അടുത്ത മെയ് വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസിന് കൺസേൺസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ICA ചെയ്തതെന്ന് വെച്ചാൽ ഈ നവംബർ 2020 എക്സാംസിന്റെ ഒരു സെക്കൻഡ് സൈക്കിൾ കൊണ്ടുവന്ന് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഏതർ ജാൻ ലാസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഫെബ് ഫസ്റ്റ് ഹാഫിൽ. ഡേറ്റ്സ് അനൗൺസ് ചെയ്തിട്ടില്ല, ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയിട്ട് എക്സാമിന്റെ ഡേറ്റ്സ് അനൗൺസ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ബെനിഫിറ്റ്. ഇനി ഓപ്റ്റിന്റെ ഓപ്ഷൻസ് എങ്ങനെ, അത് ഇന്നലെ രാത്രി അതിന്റെ ഡിക്ലറേഷന്റെ ഫോം കാര്യങ്ങൾ ഇറക്കിയിരുന്നു. അതിന്റെ കുറച്ച് പോയിന്റ്സ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി 3 ആൾക്കാർക്കാണ് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡിക്ലറേഷൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെൽഫ് ഡിക്ലറേഷൻ ആണ്. നിങ്ങൾ ആരെടുത്തൊന്നും സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്യാണ്. നിങ്ങളെ പേര് എഴുതിയിട്ട് സൺ ഓർ ഡോട്ടർ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ICA ക്ലിയർലി പറയുന്നുണ്ട് ഇത് സ്റ്റുഡന്റ് തന്നെ ഫിൽ ചെയ്യണം. സ്റ്റുഡന്റ് ബിഹാഫിൽ വേറെ ആരും ഫിൽ ചെയ്യാൻ പാടില്ല, സ്റ്റുഡൻസ് തന്നെ ഫിൽ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു നവംബർ എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ നിങ്ങൾ നിങ്ങളെ ഓൺ വില്ലിൽ ഇതിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏത് അറ്റംപ്റ്റിലേക്ക് എന്ന് നിങ്ങൾ ഈ ഡിക്ലറേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യും. നമ്മൾ നവംബർ 2020 എക്സാമിന്റെ സെക്കൻഡ് സൈക്കിളിലേക്കാണോ അതോ മെയ് 2021 എക്സാംസിലേക്കാണോ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യും. ആൻഡ് റീസൺസ് എന്താ, ഏതർ കോവിഡ് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോവിഡിന്റെ സിംറ്റംസ് ഉണ്ട്, നിങ്ങളെ ഫാമിലിയിൽ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഏരിയ കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതിൽ ഏതാണ് റീസൺ എന്ന് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്യണം. ഏതർ ഈ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക, ഓർ പ്രിന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ പെർട്ടിക്കുലേഴ്സ് നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ട് ഫിൽ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം എന്ന് ഇതിന്റെ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾ തന്നെയാണ് സൈൻ ചെയ്യുക. മൈനർ ആണെങ്കിൽ സൈൻ ചെയ്യും. സെൽഫ് ഡിക്ലറേഷൻ ഇതിൽ വേറെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അറ്റസ്റ്റേഷനോ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കോവിഡ് ഉണ്ട് എന്ന് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഏതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2 ഓപ്ഷൻസ് ഉണ്ട്, ഏത് ജാനിൽ നടക്കാൻ പോണ എക്സാംസ് അല്ലെങ്കിൽ മെയിൽ നടക്കാൻ പോണ എക്സാംസ്. പിന്നെ ICA പറയണത് എന്താ, ICA പറയുന്നത് ഇൻ കേസ് ഇപ്പൊ ഈ നവംബർ എക്സാംസ് നിങ്ങൾ ജാനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ വീണ്ടും ഫ്രഷ് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് അതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. വിച്ച് മീൻസ് ഒരു ഗ്രൂപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഒരു ഗ്രൂപ്പിന് നിങ്ങൾക്ക് ജാനുവരിയിൽ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ജാനുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 2 ഗ്രൂപ്പ് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ നവംബറിൽ ബോത്ത് ഗ്രൂപ്പ്സ് ആണോ അപ്ലൈ ചെയ്ത്, ഈ ബോത്ത് ഗ്രൂപ്പ്സിന്റെ ഡീറ്റെയിൽസ് ഫുൾ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ഒരു ഗ്രൂപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ജാനുവരി ഒരു യൂഷ്വലി ICA നടത്തുന്ന എക്സാം സൈക്കിൾ അല്ല. യൂഷ്വലി ICA നടത്തുന്നത് മെയ് നവംബർ. ജാനുവരി ഒരു ബോണസ് എക്സാം ആണ്. ഇൻഫാക്ട് നവംബറിന്റെ 2020 ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുൾ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി അടച്ച ഫീസ് കാര്യങ്ങൾ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള എക്സെപ്ഷൻസും ഈ ജാനുവരി സൈക്കിളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ മെയ് 21 എക്സാം എഴുതാൻ പോകുന്നത്, നിങ്ങൾ ഫ്രഷ് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യും മെയ് 21 എക്സാമിന്. അപ്പൊ നമ്മൾ ഈ ഫോമിൽ തന്നെ നമ്മൾ ഡിക്ലറേഷനിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യാൻ പോവാണ് നമ്മൾ ഏതിലേക്കാണ് നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മെയിലേക്ക് നമ്മൾ ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യും. ഫീസ് അഗെയിൻ ആവശ്യമില്ല. ഓൾറെഡി ഈ നവംബർ 2020 എക്സാംസിന് അടച്ച ഫീസ് യു ആർ എലിജിബിൾ ഓവർ ദർ. ഇനി ഇവിടെ നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, മെയ് 21 യു ഇന്റൻഡ് ടു അപ്പിയർ ഫോർ ബോത്ത് ഗ്രൂപ്പ്സ്, അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഫീസ് സെക്കൻഡ് ഗ്രൂപ്പിനുള്ള ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം വരും. നിങ്ങൾക്ക് ഇതുവരെയുള്ള എക്സെപ്ഷൻസ് കാര്യങ്ങൾ ഫുള്ള് ക്യാരി ഫോർവേഡ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇനി ഇന്നലെ രാവിലെ വന്ന നോട്ടിഫിക്കേഷന്റെ തന്നെ കണ്ടിന്യൂഷൻ പറയുന്നത്, ഇൻ കേസ് നിങ്ങൾ എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് നവംബർ 2020 എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് നിങ്ങൾ തുടങ്ങി. ഒരു ഗ്രൂപ്പിൽ വി ഹാവ് 4 പേപ്പേഴ്സ്. 2 പേപ്പർ എഴുതി ഓപ്റ്റ് ഔട്ട് ചെയ്യാണ്. ഇറ്റ് ക്യാൻ ബി ടു എനി സ്കീം. ഒന്നെങ്കിൽ ജാനുവരിയിലേക്ക് മെയ്യിലേക്ക്
നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഫുൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് 2 സബ്ജക്ട്സ് എഴുതിയാൽ പോരാ. വിച്ച് മീൻസ്, അതായത് നോട്ടിഫിക്കേഷനിൽ ക്ലിയർലി പറയുന്നുണ്ട് നിങ്ങൾ ആ എക്സാം എഴുതിയതായിട്ട് ട്രീറ്റ് ചെയ്യൂല. നമ്മളെ മെയിൻ നോട്ടിഫിക്കേഷൻ അതിൽ ക്ലിയർലി പറയുന്നുണ്ട് നിങ്ങൾ ആ എക്സാം എഴുതിയതായിട്ട് ട്രീറ്റ് ചെയ്യൂല, നിങ്ങൾ വീണ്ടും അപ്പിയർ ചെയ്യാണ്. വിച്ച് മീൻസ് ഒരു യൂഷ്വലി വന്ന ഒരു ഡൗട്ടാണ്, സ്റ്റുഡൻസിന്റെ ഡൗട്ടാണ്. ഞാൻ എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ 2 പേപ്പേഴ്സ് എഴുതി, ബാക്കി 2 എഴുതിയില്ല, ഓപ്റ്റ് ഔട്ട് ചെയ്തു. അസ്യൂം ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എനിക്ക് എക്സംഷൻ കിട്ടി. ICA എടുക്കാൻ പോണ സ്റ്റാൻഡ് നിങ്ങൾ എക്സംഷൻ കൗണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ആ അറ്റംപ്റ്റ് നമ്മൾ കൂടുന്നില്ല, നിങ്ങൾ ആ ഗ്രൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നാണ് ICA പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സംഷൻസും ഫീസും ക്യാരി ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള എക്സംഷൻസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞത്. അതല്ലാതെ ഈ നവംബറിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ 2 പേപ്പർ എഴുതി ഓപ്റ്റ് ചെയ്തു, ആ ഗ്രൂപ്പ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഒരു ഗ്രൂപ്പ് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് ഗ്രൂപ്പ് ആണ് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ഗ്രൂപ്പിൽ you have cleared it, that is done, that is over. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ബേസിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി ഐ വിഷ് ടു ഷെയർ വിത്ത് യു എന്റെ കുറച്ച് ഒപ്പീനിയൻസ് എനിക്ക് പറയണമെന്നുണ്ട്. ബട്ട് അഗെയിൻ ദാറ്റ് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഓട്ടോമാറ്റിക്കലി ആ ഏരിയാസ് കവർ ചെയ്ത് പോകും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആ ടോപ്പിക്സ് റിലേറ്റഡ് ആരും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ കുറച്ച് എന്റെ സൈഡിൽ നിന്നുള്ള ഒപ്പീനിയൻസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. യു മേ ആസ്ക്, എന്തൊക്കെയാണ് ഡൗട്ട്സ് കാര്യങ്ങളുള്ളത്? ചാറ്റ് ഒന്ന് തുടങ്ങി. I guess you have the option to unmute. സർ, സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല. നമ്മൾ ഓപ്റ്റ് ഔട്ട്, നമ്മൾ ഈ നവംബറിന്ന് ഓപ്റ്റ് ഔട്ട് എന്നുള്ളതേ പറയുന്നുള്ളൂ. ഇനി അതന്നെ നിങ്ങൾ എന്താ ചോദിച്ചത്, സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ശ്രുതി, നിങ്ങൾ എന്താ പറയാ, ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ എഴുതാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കുന്നത്? ജാനില് അല്ലെങ്കിൽ അടുത്ത മെയില്? യെസ്, അത് നിങ്ങൾക്ക് ആസ് ഓഫ് നൗ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റൂല. അതിൽ നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ എന്താ, നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് 4 പേപ്പറും എഴുതുക, എന്നിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഇന്റെൻഡ് ടു ഓപ്റ്റ് ഔട്ട് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. സി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊടുന്നത് ആർക്കാ? ഈ 3 കാറ്റഗറി ആൾക്കാർക്ക്. ആര്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോവിഡ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോഴേക്കും കോവിഡ് ആവും, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് കോവിഡ് ആവും, കണ്ടെയ്ൻമെന്റ് സോൺ ആവും. അങ്ങനെയല്ല ICA ഉദ്ദേശിക്കുന്നത്. സോ ദേ നോട്ട് ഗിവിംഗ് ആൻ ഓപ്ഷൻ ലൈക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ആൾക്കല്ല. ബട്ട് നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസർ ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ, കാരണം ഓപ്റ്റ് ഔട്ട് വിൻഡോ നമുക്ക് ലാസ്റ്റ് എക്സാം വരെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ എഴുതി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ യു നീഡ് ടു അറ്റൻഡ് ഓൺലി സെക്കൻഡ് ഗ്രൂപ്പ് ഇൻ ദ നെക്സ്റ്റ് എക്സാം. ഐ ഹോപ്പ് I had answered you, Shruti. Okay, yeah. Result before Jan exam വരുമോ? നവംബർ അറ്റംപ്റ്റിന്റെ എനി ക്ലൂ? ഒരു ക്ലൂ ഇല്ല. Now I told you കുറച്ച് ഒപ്പീനിയൻസ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളത്. This is one of the major area that I have to address. Okay, ഇത് പറയാ ചോദിച്ച ടോണി സ്റ്റാർക്ക്, യാ പറയാ. സി, ടോണി സ്റ്റാർക്ക് ചോദിച്ച ക്വസ്റ്റ്യന്റെ ബേസിസിൽ എനിക്ക് കുറച്ച് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനായിരുന്നു. ആര് ഓപ്റ്റ് ഔട്ട് ചെയ്യണം? ഐ ടോൾഡ് യു, ഇപ്പോ ക്ലിയർലി ഈ പറഞ്ഞ കാറ്റഗറി ആൾക്കാർക്ക് മാത്രം ദിസ് വിൻഡോ ഇസ് മെന്റ് ഓൺലി ഫോർ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് നവംബർ എക്സാംസ്. ഓപ്റ്റ് ഔട്ട് സ്കീം വിൽ ബി അവൈലബിൾ ടു സ്റ്റുഡൻസ് സാറ്റിസ്ഫൈങ് എനി ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സ്റ്റുഡൻസിന് മാത്രം ഓപ്റ്റ് ഔട്ട് സ്കീം ഉള്ളൂ. പക്ഷെ ഇന്നലെ വന്ന ക്വയറിന്റെ ബേസിസിൽ വി ക്ലിയർലി നോ സ്റ്റുഡൻസിന്റെ മെന്റാലിറ്റി എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എടുത്തിട്ട് സെക്കൻഡ് ഗ്രൂപ്പ്, ഇപ്പൊ ഒരു കുട്ടി ചോദിച്ച പോലെ തന്നെ ഞാൻ ICA മെമ്പർ ആണ്, ഞാൻ ഫാക്കൽറ്റിയാണ്. ഇപ്പോ ഏറ്റവും വലിയൊരു കൺസേൺ, ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യണം, ഏറ്റവും വലിയൊരു കൺസേൺ സ്റ്റുഡൻസിന് എന്ത് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ICA വിളിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർ റിപ്ലൈ അയക്കുന്നില്ല, മെയിലിനില്ല, കോൾസിനില്ല. ഇത് ഞാൻ സ്റ്റുഡന്റ് ആയി നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം തന്നെ, എനിക്കുള്ള പ്രശ്നം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ആസ് എ ഫാക്കൽറ്റി അല്ലെങ്കിൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് റെസ്പോൺസ് കിട്ടും. ഈവൻ ചില ഏരിയാസിൽ അവർക്കും പ്രോപ്പർ ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയാസിൽ നമുക്ക് why am I saying this? കാരണം ഒരുപാട് കൺസേൺസ് ഉള്ള സ്റ്റുഡൻസിന്റെ കേസസ് എനിക്ക് തന്നെ അറിയാം. 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് എക്സാം സെന്ററിലേക്കുള്ളൂ, 3 മണിക്കൂർ ട്രാവൽ ചെയ്യണം, ഡിസ്റ്റൻസ് ഉള്ള എക്സാം സെന്റർ കിട്ടിയ അവിടെ ഒന്നും ഹോസ്റ്റൽ ഫെസിലിറ്റി ഇപ്പൊ കോവിഡ് കാരണം കിട്ടുന്നില്ല.
അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറെ പ്രിപ്പയർ ചെയ്തിട്ട് പോസ്റ്റ്പോൺ ചെയ്തതിന്റെ സ്ട്രെസ്, ഇതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കുറെ ആങ്സൈറ്റി കാര്യങ്ങളുണ്ട്, ജെന്വിൻ റീസൺസ് ഉണ്ട്. ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഡു ദിസ്. ഏത് ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എഴുതിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. അതല്ലാതെ നമ്മൾ തന്നെ വെറുതെ അഡ്മിറ്റഡ് ഇപ്പൊ മെയിൽ എക്സാമ്പിൾ ആൾക്കാർക്ക് സഫീഷ്യന്റ് ടൈം ഉണ്ടായിരുന്നു, മെയിൽ പോസ്റ്റ്പോൺ ആയി നവംബറിലെത്തി. അപ്പൊ മെയ് ബാച്ചിലുള്ള എന്റെ ഒരുപാട് സ്റ്റുഡൻസ് തന്നെ ഇപ്പോ ഒരു ഗ്രൂപ്പ് എഴുതാൻ നിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. യു മേ ഹാവ് യുവർ പേഴ്സണൽ റീസൺസ് ഒക്കെ എഗ്രി ചെയ്യാം, പക്ഷെ ജെന്വിൻ റീസൺസ് ആണോ നമ്മൾ തന്നെ മനസ്സിലാക്കണം. കാരണം ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മൾ ഇപ്പോഴും പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഐ മീൻ ജാനുവരിക്ക് അല്ലെങ്കിൽ മെയ്യിലേക്ക് പോകുമ്പോൾ വാട്ട് എക്സ്ട്രാ ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഐ ഡോണ്ട് നോ. കാരണം ഇതിന് ഇതിന്റേതായ ഡ്രോബാക്സ് ഉണ്ട്. ഒന്ന്, ഇപ്പൊ നിങ്ങള് നവംബറിൽ ഒരു ഗ്രൂപ്പ് നിങ്ങൾ എഴുതി, അടുത്തത് നിങ്ങൾ ജാനിൽ എഴുതാൻ പോവാന്ന് വെക്കുക. അപ്പൊ നിങ്ങളെ എയിം ജാനിൽ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാന്ന്. നവംബറിൽ എഴുതിയ ഇതിന്റെ റിസൾട്ട് എപ്പോ വരും? ഫസ്റ്റ് ഓഫ് ഓൾ നോ ഐഡിയ. 2 months യൂഷ്വലി എടുക്കുന്നത്. അപ്പൊ നവംബർ ലാസ്റ്റ്ക്ക് എക്സാംസ് കഴിഞ്ഞു, ഡിസംബർ ജാനുവരി ലാസ്റ്റ്ക്കാണ് എക്സാംസ് കഴിയുക, ഐ മീൻ എന്താണ് റിസൾട്ട് വരിക. അപ്പോഴായിരിക്കും ഒന്നെങ്കിൽ എക്സാം ഉണ്ടാവുക, ഓർ ഫെബ് ഫസ്റ്റ് മന്ത്. റിസൾട്ട് വരുന്ന വരെ നമ്മളെ മൈൻഡിൽ ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. ഞാൻ എഴുതിയ പേപ്പറിൽ ഈ പേപ്പർ ടഫ് ചെയ്യുന്നു, അപ്പൊ ഞാൻ വീണ്ടും ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ വീണ്ടും എഫേർട്ട് ഇട്ട് പഠിക്കണോ, സെക്കൻഡ് ഗ്രൂപ്പ് എനിക്ക് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി വരുന്നില്ല. ആ ഒരു കൺഫ്യൂഷനിൽ കുറെ ദിവസങ്ങൾ അങ്ങനെ മിസ്സായി പോവുകയും ചെയ്യും. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി ജാനുവരിയിൽ നമ്മൾ എക്സാം എഴുതി നോക്കാം, ജാൻ ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ് ഫസ്റ്റ്, അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു ബി ഇൻ ഏപ്രിൽ ഓർ സംതിങ്. മെയ്യിലാണ് അടുത്ത എക്സാം. അപ്പോ ഇതിന്റെ നമുക്ക് റിസൾട്ട് വന്നിട്ട് അടുത്ത എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യും, ഏത് അപ്ലൈ ചെയ്യും, അതിന്റെ ഐ മീൻ നമുക്ക് എത്രമാത്രം ടൈം ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഡിസൈഡ് ചെയ്യാന്. പിന്നെ ജാനുവരിയിൽ ഇലക്ഷൻസ് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ്പോൺമെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാ, ഒരുപാട് അൺസർട്ടനിറ്റീസ് ഇപ്പോഴും ഉണ്ട്. അത്രയും ജെന്വിൻ കോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. ആൻഡ് അഗെയിൻ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ എടുത്ത് ചാടി ചെയ്യണ്ട. കാരണം ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഈ ഓപ്ഷൻ ലാസ്റ്റ് എക്സാം വരെ ഉണ്ട്. there are certain some more points that I intend to say. Again, let's see, നിങ്ങളെ ക്വയറീസ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റ്സ് വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നോക്കാം ഞാൻ ലാസ്റ്റിക്ക് പറയാം പോയിന്റ്സ്. സെക്കൻഡ് ഗ്രൂപ്പ് ശ്രുതി, ടോണി സ്റ്റാർക്ക്, റിസൾട്ട് ബിഫോർ ജാൻ വരുമോ? ആസ് ഓഫ് നൗ ഒരു ഐഡിയ ഇല്ല. കാരണം ജാനുവരിയിൽ നടക്കാൻ പോണ എക്സാമിന്റെ ഷെഡ്യൂൾ തന്നെ ICM ഇറക്കിയിട്ടുമില്ല. നവംബറിന് റിസൾട്ട് അപ്പോൾ വരും, നോ ക്ലൂ. ഓക്കെ, അമൽ, ജനറൽ സ്റ്റുഡൻസ് ഓപ്ഷൻ ക്ലാരിഫിക്കേഷൻ വരുമോ? ജനറൽ സ്റ്റുഡൻസ് ഉദ്ദേശിച്ചത് എന്താ അമൽ? ഇതൊന്നും ഇല്ലാത്ത കുട്ടികളുടെയാണോ? ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത കുട്ടികളുടെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്? വെൽക്കം ബാക്ക് ടു യു. പിന്നെന്താ, ജാനിലേക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇതേ ഡീറ്റെയിൽസ് ആസ് ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ ഫോം ഒന്നും കൊടുക്കണ്ട. അപ്പോൾ വാട്ട് ഇറ്റ് ഇൻഡയറക്ട്ലി മീൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എക്സ്ട്രാ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, സെന്റർ മാറ്റാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി മേ ബി എക്സാം സെന്റർ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാം, വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. അത് ആസ് സച്ച് ഇതുവരെയുള്ള ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങൾ എന്തൊക്കെയാണോ നവംബർ എക്സാമിന് അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ്, നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാം സെന്റർ ഗ്രൂപ്പ് എല്ലാം അതേപോലെ ക്യാരി ഫോർവേഡ് ചെയ്യും. നിങ്ങൾ പുതിയ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആസ് ഓഫ് നൗ സെയിം എക്സാം സെന്റർ തന്നെ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. വി ക്യാൻ എക്സ്പെക്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഫർദർ ICAന്റെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വി വുഡ് ഡെഫിനറ്റ്ലി ബി അപ്ഡേറ്റിംഗ് യു. ഇൻ കേസ് ആഫ്റ്റർ റൈറ്റിംഗ് നവംബർ എക്സാം ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ഗെറ്റ് പാസ് മാർക്സ്, ജാനുവരി അറ്റംപ്റ്റ് എഴുതാൻ പറ്റുമോ? നവംബർ എക്സാം ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. ഈ ജാനിലെ എക്സാം എപ്പോഴേ എഴുതാൻ പറ്റുള്ളൂ? നവംബർ എക്സാമിന് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ. നവംബർ എക്സാമിന് എപ്പോൾ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം? ഒരു ഗ്രൂപ്പിൽ അസ് 3 പേപ്പർ എഴുതിയിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്താലും ജാനിൽ ആ ഫുൾ ഗ്രൂപ്പ് എഴുതാൻ പറ്റും. നവംബറിൽ 4 പേപ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞു, ഇനി നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി. അപ്പൊ യു ആർ നോട്ട് എലിജിബിൾ ടു അപ്പിയർ ഫോർ ദാറ്റ് സെയിം ഗ്രൂപ്പ്. ജാൻ എക്സാമിന് ഇനി നിങ്ങൾ അപ്പിയർ ചെയ്യാൻ എലിജിബിൾ അല്ല. ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് യുവർ ക്വസ്റ്റ്യൻ. സാറേ ഒന്നുകൂടി പറയാം. ഓക്കെ, നിങ്ങള് ചോദിച്ചെന്താ വെച്ചാല് ഷെയർ ടു എവരി വൺ അല്ല, എല്ലാവർക്കും വായിക്കാലോ. സാർ, ഇൻ കേസ് ആഫ്റ്റർ റൈറ്റിംഗ് നവംബർ എക്സാം ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ഗെറ്റ് പാസ് മാർക്സ്, ജാനുവരി എക്സാം എഴുതാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഈ ഗ്രൂപ്പിലെ 4 സബ്ജക്ട്സും നിങ്ങൾ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പാസ് മാർക്ക് കിട്ടൂല. ദാറ്റ് ക്യാൻ എയ്തർ ബി സബ്ജക്റ്റിലെ പാസ് മാർക്സ് ആവാം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആവാം. 4
പേപ്പർ എഴുതിയിട്ടാണ് നിങ്ങൾ തോന്നുന്നത് യു ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ ടു ഓപ്റ്റ് ഔട്ട് ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. അത് നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. നിങ്ങൾ നവംബറിൽ ബോത്ത് ഗ്രൂപ്പിനാണോ അപ്ലൈ ചെയ്തത്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഫുൾ എഴുതി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് സെക്കൻഡ് ഗ്രൂപ്പിനാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഓപ്റ്റ് ഔട്ട് എപ്പോഴാ, ഈ ഒരു ഗ്രൂപ്പില് അറ്റ്ലീസ്റ്റ് ആ ലാസ്റ്റ് പേപ്പർ എഴുതിയതിന് മുമ്പ് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഗ്രൂപ്പ് ഫുൾ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ അതായത് നവംബർ 3 പേപ്പർ എഴുതി കഴിഞ്ഞ് 4-മത്തത് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ അത് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ ആ ഗ്രൂപ്പ് ഫുള്ള് വീണ്ടും എഴുതാം, ജാനുവരിയിൽ എഴുതാം. 4 എഴുതി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയി. പിന്നെ ജാനിലെ ഓപ്ഷൻ ഇല്ല, പിന്നെ സാധാ വിൻഡോ മെയില്. ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സെക്കൻഡ് ഒപ്പീനിയൻ പറയാനുള്ളത്, ഇത് അഗെയിൻ ഇന്നലെ വന്ന ഒരുപാട് മെസ്സേജസിലുള്ള വൺ ഓഫ് ദി ഫാക്ടർ ഇതായിരുന്നു. എക്സാം ടഫ് ആണെങ്കിൽ നമുക്ക് തന്നെ ഇതൊരു ലൂപ്പ് ഹോൾ അല്ലേ, 3 എക്സാം എഴുതിയിട്ട് 4ാമത്തെ എക്സാം നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്തൂടെ. സി നമ്മള് വിചാരിച്ച പോലല്ല കാര്യങ്ങൾ. ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ടഫായി എന്ന് പറഞ്ഞാൽ ഐ ടെൽ യു മൈ ഓൺ എക്സ്പീരിയൻസ്. CA ഫൈനലില് ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമായിരുന്നു. ഞാൻ പൊട്ടും ഉറപ്പിച്ച സബ്ജക്ട് എന്നത് രണ്ടും എക്സാം എഴുതി കഴിഞ്ഞിട്ടും. പക്ഷെ ഈ 2 സബ്ജക്റ്റിൽ മാത്രമേ എനിക്ക് എക്സെപ്ഷൻ ഉള്ളായിരുന്നു, 63, 62. ആൻഡ് ഈ എക്സെപ്ഷൻസ് ഉള്ള കാരണം എനിക്ക് ആ സെക്കൻഡ് ഗ്രൂപ്പിൽ എനിക്ക് ഔട്ട് ഓഫ് 400 212 മാർക്കാണ്, 214 മാർക്ക് കിട്ടി ഔട്ട് ഓഫ് 400 സെക്കൻഡ് ഗ്രൂപ്പിൽ. ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് അഗ്രിഗേറ്റ് ഇല്ലായിരുന്നു, 188 ഉള്ളായിരുന്നു ഔട്ട് ഓഫ് 400. ഇവിടുന്ന് 12 മാർക്ക് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് 402 മാർക്കിനാണ് ഞാൻ പാസ്സാവണത്. അപ്പോ ICAയുടെ എക്സാംസ് നമ്മൾ പൊട്ടും എന്ന് വിചാരിച്ച സബ്ജക്റ്റിലേക്കാണ് നമുക്ക് ചിലപ്പോൾ എക്സെപ്ഷൻ കിട്ടുക. ഞാൻ 70 അബവ് എക്സ്പെക്ട് ചെയ്ത സബ്ജക്റ്റിൽ എനിക്ക് 42, 43 കിട്ടിയിട്ടുമുണ്ട്. സോ നിങ്ങള് 3 പേപ്പർ അറ്റൻഡ് ചെയ്തു, ഫസ്റ്റ് വൺ കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് വണ്ണും കുഴപ്പമില്ലായിരുന്നു, തേർഡ് വൺ ടഫ് ആയിരുന്നു. ഐ വുഡ് സ്റ്റിൽ സജസ്റ്റ് നിങ്ങൾ ആ ഫോർത്ത് വണ്ണും എഴുതുക, ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ നിൽക്കണ്ട. അതല്ല ഫസ്റ്റും തല്ലിപ്പൊളിയുന്നു, സെക്കൻഡും തല്ലിപ്പൊളിയുന്നു, തേർഡും മൂഞ്ചി, ഇൻ ദാറ്റ് കേസ് ചെയ്യാൻ പറ്റും. That was another opinion that I had to say. നിങ്ങളെ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് I had mentioned that. I hope I had answered you. നിങ്ങളെ പേരില്ല അതുകൊണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞു, കോവിഡ് ആയാൽ സെക്കൻഡ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ആവും ടു Jan 12. 2020. സോ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എക്സസ് മാർക്ക് സെറ്റ് ഓഫ് ചെയ്യോ? യെസ്, കിട്ടും. ഇതുവരെയുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ഫുള്ള് പറയുന്നത് ഈ ജാനിലുള്ള എക്സാം സെപ്പറേറ്റ് എക്സാം സൈക്കിൾ അല്ല, നവംബറുടെ എക്സാമിന്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ദി ഇൻഫർമേഷൻ ICAI has released until now, ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഈ ജാനിൽ എഴുതുന്ന എക്സാം ജാനിലെ എക്സാമിന്റെ റിസൾട്ട് എന്ന രീതിയിലല്ല വരിക, ഈ നവംബറിന്റെ പാർട്ടായിട്ട് തന്നെയാണ് ജാനിന്റെ ട്രീറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പ് 1 കിട്ടുന്ന എക്സസ് മാർക്ക് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഇത് ഫുള്ള് ഇന്റർപ്രിട്ടേഷൻ ആട്ടോ, നമുക്ക് ICAIയുടെ സൈഡിൽ നിന്ന് പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ കിട്ടിയ ബേസിസ് അല്ല പറയുന്നത്. ആ മെയിൻ വന്ന നോട്ടിഫിക്കേഷൻ ക്ലിയർലി അങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ജാനിൽ നടക്കുന്ന സൈക്കിൾ 2 നമ്മൾ പറയുകയും ചെയ്യുന്നത്, അതിന് നവംബറിലെ എക്സാമിന്റെ സൈക്കിൾ തന്നെയാണ്. സോ അതിന്റെ ഭാഗം തന്നെയാണ്, അഗ്രിഗേറ്റ് കിട്ടും. പിന്നെ ക്വാറന്റൈൻ പീരീഡ് ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയോ? അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതി ഫസ്റ്റ് ഗ്രൂപ്പ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നിഷാഗ് നിങ്ങൾ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാന്നാണോ നിങ്ങൾ ചോദിക്കണത്? സാർ എന്താ വെച്ചാല് ഇപ്പം ക്വാറന്റൈൻ പീരീഡ് നമ്മൾ 24-നൊക്കെയാണ് കഴിയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാൻ പറ്റില്ല. അപ്പോ നേരെ അത് സബ്ജക്ട് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഓപ്റ്റ് ഔട്ടിൽ ഡിക്ലറേഷനിൽ ഐ ആം ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് നവംബർ 2020 എക്സാംസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഐ എം ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല. ദി ഓൺലി ഓപ്ഷൻ ദാറ്റ് യു ഹാവ് ഇസ് ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ ആബ്സെന്റ് ആവുക, സെക്കൻഡ് ഗ്രൂപ്പ് എക്സാംസ് എഴുതുക. ജാനുവരിയിൽ നിങ്ങൾ എഴുതാൻ എലിജിബിൾ ആവില്ല. മെയിൽ പുതിയ സർക്കിളിൽ ഫ്രഷ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഗ്രൂപ്പിന് കൊടുത്തിട്ട് എഴുതുക. ദാറ്റ് വുഡ് ബി ലൈക്ക് നിങ്ങൾ വീണ്ടും ഫീസ് അടക്കേണ്ടി വരും. കാരണം അങ്ങനെ നമ്മുടെ ഡിക്ലറേഷൻ ഫോമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നില്ല, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങനെ പറയുന്നില്ല. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. കാരണം എന്താ, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ എഴുതി കഴിഞ്ഞു, സെക്കൻഡ് ഗ്രൂപ്പ് 4 സബ്ജക്ട് എഴുതുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്താൽ അത് പോസിബിൾ ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. വാട്ട് അബൌട്ട് ഓൾഡ് സിലബസ് സ്റ്റുഡൻസ്? ഓൾഡ് സിലബസ് സ്റ്റുഡൻസിന് ഒരു അറ്റംപ്റ്റ് കൂടി എക്സാം ICAI പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് May 2021 എക്സാം ആണ് നിങ്ങളെ ഇപ്പോൾ ആസ് ഓഫ് നോ നിങ്ങളെ ലാസ്റ്റ് അറ്റംപ്റ്റ്.
ബാക്കിയെല്ലാം സെയിം. നവംബറിൽ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ജാനില് ഓൾ സ്റ്റുഡൻസിനും ആപ്ലിക്കബിൾ ആണ്. ഇത് ന്യൂ സ്റ്റുഡൻസിന് മാത്രം സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും ഈ സർക്കിൾ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ജാനിലും നിങ്ങളൊരു സെപ്പറേറ്റ് ഓൾ സിലബസിന്റെ തന്നെ എക്സാംസ് ഉണ്ടാവും. May 2021 ആണ് ആസ് ഓഫ് നൗ ലാസ്റ്റ് അറ്റംപ്റ്റ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ടൈമിൽ ആണ് ക്വാറന്റൈൻ തീരെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട്. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചത്. ഇതിന് സെൽഫ് ഡിക്ലറേഷൻ മാത്രം പോരെ, എപ്പോഴേലും എന്തെങ്കിലും എവിഡൻസ് ആവശ്യമുണ്ടോ? ഇതുവരെ എവിഡൻസിന്റെ കാര്യങ്ങളൊന്നും ICAI പറഞ്ഞിട്ടില്ല. ദർ ഇസ് നോ ചാൻസ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു വെരിഫൈ എവറിഥിങ്. ഓൾ ഇന്ത്യയിൽ നടക്കുന്ന എക്സാം ആണ്, വേൾഡിലും പല ഭാഗത്തായിട്ട് നടക്കുന്ന എക്സാംസ് ആണ്. സെൽഫ് ഡിക്ലറേഷൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ പ്രൂഫായിട്ട് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. Jan 1 എക്സാം നടക്കുമെന്ന് ഉറപ്പുണ്ടോ? പ്രൈവറ്റ്ലി സാംസങ് ചോദിച്ച ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. ICAI നടത്തും എന്ന് പറഞ്ഞു. ആസ് ഓഫ് നൗ നമുക്ക് പറയാൻ പറ്റാ നടക്കും എന്ന് തന്നെയാണ്. ഇനി അപ്പത്തെ സിറ്റുവേഷനിൽ കണ്ടീഷൻസ് വേഴ്സ് ആവോ, അത് ഇനി അടുത്തയിലേക്ക് മേജ് ആവോ, അതൊക്കെ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. ഇൻഫാക്ട് അതിന്റെ ഷെഡ്യൂൾ, അത് ഞാൻ പറഞ്ഞ ടൈം ടേബിൾ പോലും ICAI ഇറക്കിയിട്ടില്ല. ഡിസംബർ ലാസ്റ്റ് ഇറക്കുക. സോ ഈ അൺസർട്ടനിറ്റീസ് ഒക്കെ അവിടെ വേറെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എഴുതാനുള്ള എല്ലാ ഓപ്ഷൻസും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ എഴുതി തീർത്താൽ നിങ്ങൾക്ക് തന്നെ തലവേദനയാണ് പോയി കിട്ടും. സാർ ഇപ്പോ ജാനുവരിയിൽ എക്സാം നടന്നു. അപ്പോ ഒരു റിസൾട്ട് വരുമ്പോ ഏതാണ്ട് മാർച്ച് അവസാനോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമൊക്കെ ആവുമായിരിക്കും. അപ്പൊ പിന്നെ മെയ് എക്സാമില് ഫ്രഷ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊരു ടൈം ഗ്യാപ്പ് അവർ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെ തരുള്ളൂ. അവരെ പരിഗണിക്കും, അത് തരും എന്തായാലും. കാരണം ഫ്രഷ് ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് കൊടുക്കണമെന്നുള്ള ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ മൈ റിസൾട്ട്. പ്രീവിയസ്ലി ഞാൻ കൊടുത്ത എക്സാമിന്റെ റിസൾട്ട് അനുസരിച്ചാണ് മെയ് എക്സാമിന്റെ നമ്മൾ അപ്പിയർ ചെയ്യുക. അപ്പൊ ആ ടൈം അവർ കൺസിഡർ ചെയ്യും. അത് I got a center which is too far from my home. ആ സെന്റർ ഓപ്റ്റ് ഔട്ട് ചെയ്താൽ മാറ്റാൻ പറ്റുമോ? മെയിലേക്കാണെങ്കിൽ ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഷ് സെന്ററിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ജാനുവരിയിലേക്ക് ആസ് ഓഫ് നൗ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുക. സോ അൺടിൽ ആൻഡ് അൺലെസ് ഒരു കറക്ഷൻ വിൻഡോ കൊണ്ടുവരാത്തോടത്തോളം കാലം സെയിം സെന്റർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് കറക്ഷൻ വിൻഡോ വരണം എന്നുള്ളത്. കാരണം നവംബറിൽ ഒരുപാട് സ്റ്റുഡൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ജാനുവരി റിമൈനിങ് ഇഫ് നവംബറിൽ എല്ലാവരും എഴുതി കഴിഞ്ഞാൽ പിന്നെ ജാനുവരിയിൽ റിമൈനിങ് സ്റ്റുഡൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. മേ ബി ഇത്രയും ഇപ്പൊ ICAI അഡീഷണലി കൊടുക്കുന്ന എക്സാം സെന്റേഴ്സിന് അത്രയും ആവശ്യം വരില്ല. ചില സെന്റേഴ്സ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി കറക്ഷൻ വിൻഡോ വരണം. ICAI ഒന്നും പറഞ്ഞിട്ടില്ല. ലെറ്റ്സ് ഹോപ്പ്. സാർ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റൂലേ? രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് ഓപ്റ്റ് ഔട്ട് ചെയ്യാം, അതേ പറ്റും, അല്ലാണ്ട് സിംഗിൾ ഗ്രൂപ്പ് ആയിട്ട് മാത്രം പറ്റില്ല. സിംഗിൾ ഗ്രൂപ്പ് മാത്രമായിട്ട് പറ്റൂല. പക്ഷെ പറ്റും. എങ്ങനെ പറ്റും? ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ആയി, അങ്ങനെ പറ്റും. അതല്ലാതെ ഡിക്ലറേഷൻ ഫോമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഡിക്ലറേഷൻ ഫോം ലാസ്റ്റ് എക്സാം വരെ വാലിഡ് ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ എഴുതി കഴിഞ്ഞു, ഇൻഫാക്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ 3 സബ്ജക്ട് എഴുതി എന്നിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ആയി. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഇതുണ്ടോ? പിന്നെ എന്താ പറയുക, കാലാവധി ഉണ്ടോ? നമ്മൾ ലാസ്റ്റ് എക്സാം വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രം സബ്മിറ്റ് ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രമാണ്. 3 പോർഷൻസ് ആയിട്ടാണ് ഇതുള്ളത്. നമ്മളെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ICAIയുടെ സൈറ്റില്, പിന്നെ ഇതാണ് നമ്മളെ എവിടെ പോയി ഇതാണ് നമ്മളെ വിൻഡോ. അപ്പൊ അതിലുള്ള ലിങ്ക് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഡിക്ലറേഷൻ ഫോം കിട്ടും. അപ്പൊ അതിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്യാണ്, ഞാൻ ഇതിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാണ്, ഈ 3 റീസൺസിൽ ഏതെങ്കിലും റീസൺ, എന്നിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണ്. സെൽഫ് ഡിക്ലറേഷൻ ആണ്. ലാസ്റ്റ് എക്സാം വരെ ടൈം ഉണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷന്റെ കേസിൽ 14th ഡിസംബർ ലാസ്റ്റ് എക്സാം, ഇന്ററിന്റെ കേസിൽ December 5th ലാസ്റ്റ് എക്സാം. സോ ലാസ്റ്റ് എക്സാം വരെ ടൈം ഉണ്ട്. If our exam center falls in containment zone, then will we be forced to opt out from November exam and shift to January attempt? Automatically exam center containment zone ആയി കഴിഞ്ഞാൽ പിന്നെ പ്രയർ നോട്ടിഫിക്കേഷൻസിന്റെ ബേസിസിൽ, ഈ വന്ന നോട്ടിഫിക്കേഷനിൽ മുമ്പത്തെ നോട്ടിഫിക്കേഷന്റെ ബേസിസിൽ ഓട്ടോമാറ്റിക്കലി ഓപ്റ്റ് ഔട്ട് ആവും എന്നുള്ളതായിരുന്നു ICAI പറഞ്ഞത്. ഏത് പഴയ നോട്ടിഫിക്കേഷൻ? ഫോണൊന്ന് സൈലന്റ് ആക്കട്ടെ. പഴയ നോട്ടിഫിക്കേഷൻസിന്റെ ബേസിസിൽ. സോ അവിടെ മോസ്റ്റ് പ്രോബബ്ലി സ്റ്റുഡൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളെ റെസിഡൻഷ്യൽ ഏരിയ കാര്യങ്ങൾ
കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോവിഡ് സിംറ്റംസ് ഇങ്ങനത്തെ കേസിൽ മാത്രമേ നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എക്സാം സെന്റർ ഇതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്റ്റ് ഔട്ട് ആവും. അപ്പോൾ ഏതിലേക്ക് ഓപ്റ്റ് ഔട്ട് ആവും, അഗൈൻ വി ആർ എക്സ്പെക്ടിങ് അവിടെ യു വുഡ് ബി ഗിവൺ എ ചോയ്സ്, നിങ്ങൾക്ക് ജാനിൽ എഴുതണോ മെയിൽ എഴുതണോ എന്നുള്ളത്. ഇഫ് മെയ് 2021 ഓപ്റ്റ് ഔട്ട് എങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യില്ല. യെസ്, ക്യാരി ഫോർവേഡ് ചെയ്യും. ഓപ്റ്റ് ഔട്ട് നിങ്ങൾ ഏതിലേക്ക് ചെയ്താലും നിങ്ങൾ അടച്ച ഫീസും കാര്യങ്ങളും ഫുള്ള് ക്യാരി ഫോർവേഡ് ചെയ്യും. മെയിലേക്ക് നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അവിടെ നിങ്ങൾ എക്സാം സെന്റർ മാറ്റാനും സെക്കൻഡ് ഗ്രൂപ്പ്, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സെക്കൻഡ് ഗ്രൂപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ഡിഫറൻഷ്യൽ ഫീസ് അടക്കേണ്ടി വരും. After Diwali, there will be a possibility of increase in COVID count or not. So Jan exam. പറയ്. സോ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി സെക്കൻഡ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് മെയ് 2021 അപ്പൊ എക്സസ് മാർക്സ് സെറ്റ് ഓഫ് അപ്പോഴും ചെയ്യില്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി എക്സസ് മാർക്ക് ആ കേസിൽ നിങ്ങൾ എലിജിബിൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം ആ മെയ് ഒരു ഫ്രഷ് അറ്റംപ്റ്റ് തന്നെയാണ്. ഇറ്റ് ഇസ് ആസ് ഇഫ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഈ ജാനിൽ നടക്കുന്ന എക്സാം ആണ് നവംബറിന്റെ എക്സാമിന്റെ പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. മെയിലെ എക്സാം സെപ്പറേറ്റ് ആസ് യൂഷ്വൽ. അതായത് ഇപ്പൊ നിങ്ങൾ ഈ നവംബറിൽ ഒരു ഗ്രൂപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് ഹെവി എക്സസ് മാർക്ക് ഉണ്ട്. മെയില് നിങ്ങൾക്ക് സബ്ജക്ട്സിൽ മാർക്ക് ഉണ്ട്, അഗ്രിഗേറ്റ് ഇല്ല. ഒബ്വിയസ്ലി നമുക്ക് നവംബറിൽ കടന്ന എക്സാമിന്റെ ക്യാരി ഫോർവേഡ് നോർമൽ കേസിൽ കിട്ടൂല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോവുക. എക്സെപ്ഷൻസ് ഉണ്ടോ? കിട്ടും. പേപ്പർ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടും, അതല്ലാതെ ആ കേസിൽ ക്യാരി ഫോർവേഡ് ഉണ്ടാവില്ല. ദിവാലി കഴിഞ്ഞാല് നോർത്തില് എവിടെ പോയി? ആഫ്റ്റർ ദിവാലി ദർ ഇസ് എ പോസിബിലിറ്റി. അതൊക്കെ പോസിബിലിറ്റി ആണ്. ഇതിന്റെ മുമ്പും വേറെ പല എക്സാംസും കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ട്. ഇൻഫാക്ട് ICA എക്സാം പോസ്റ്റ്പോൺ ചെയ്ത സമയത്ത് തന്നെ. പിന്നെ പോസിബിലിറ്റി അനുസരിച്ച് ഇപ്പൊ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇപ്പോൾ ഓൺലൈൻ എക്സാംസ് നടത്തിയിട്ടുമുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോസിബിലിറ്റി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും പല പോസിബിലിറ്റീസും ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ അസംഷൻസ്. ഓപ്റ്റ് ഔട്ട് ഇപ്പൊ ചെയ്താൽ എന്തെങ്കിലും എവിഡൻസ് ആവശ്യമുണ്ടോ? ഇപ്പൊ ചെയ്താലും ലാസ്റ്റ് മൊമെന്റ് ചെയ്താലും എവിടെയും എവിഡൻസ് ആവശ്യമില്ല, സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഓപ്റ്റ് ഔട്ട് ചെയ്താൽ എക്സംഷൻ ക്യാരി ഫോർവേഡ് ആവുമോ അതോ നവംബർ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയി കൺസിഡർ ചെയ്യുമോ? നിങ്ങൾക്ക് ഓൾറെഡി ഇതുവരെയുള്ള എക്സ്റ്റൻഷൻസ് ക്യാരി ഫോർവേഡ് ആവും ഓപ്റ്റ് ഔട്ട് ചെയ്താൽ. ഈ നവംബറിൽ നിങ്ങൾ ഏതെങ്കിലും 2 പേപ്പർ എഴുതിയിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ പേപ്പറിലുള്ള എക്സ്റ്റൻഷൻസ് കിട്ടൂല. ആ ഗ്രൂപ്പ് എഴുതിയതായിട്ട് ട്രീറ്റ് ചെയ്ത് നിങ്ങൾ ആദ്യം എഴുതേണ്ടി വരും. ഓൾമോസ്റ്റ് നമ്മൾ മെസ്സേജസ് എത്താൻ എത്തിയിട്ടില്ലല്ലോ, കുറെ. ഓക്കെ, ഓൾമോസ്റ്റ് ലാസ്റ്റ് വീക്ക് എത്താനായി മെസ്സേജസിന്റെ ഒരു ദിവാലി ഓപ്റ്റ് ഔട്ട് ചെയ്താൽ എക്സംഷൻ. അപ്പോൾ ജാനിൽ സെറ്റ് ഓഫ് കിട്ടും. ഓ, ഇഫ് ഐ ഓപ്റ്റ് ഔട്ട്, യെസ് കിട്ടും. ഐ ഹാവ് കോളേജ് ട്രിവാൻഡ്രം ആസ് എക്സാം സെന്റർ. ഹൗ ടു നോ ഇഫ് ഇറ്റ് ഈസ് കണ്ടെയ്ൻമെന്റ് സോൺ? സർ, ഇപ്പൊ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ വോയിസ് കട്ട് ആവുന്നുണ്ട്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? കേട്ടില്ല. അല്ല, ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഓപ്റ്റ് ഔട്ട് എടുത്താൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ, അതിപ്പോ ഓപ്പൺ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. യു ആർ ഓൺലി എലിജിബിൾ ഫോർ ഫസ്റ്റ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഇനി മെയിലേ ഉള്ളൂ. അതെ നമ്മൾ പറഞ്ഞത് ഈ അതെ ഞാൻ പറഞ്ഞത്. അതായത് ജാൻ എന്നുള്ളത് ഒരു എന്താ പറയാ നവംബറിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. സാധാരണ ഒരു കൊല്ലത്ത് രണ്ട് അറ്റംപ്റ്റേ വരുന്നുള്ളൂ. ജാൻ ഒരു തേർഡ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലല്ല, നവംബറിന്റെ കണ്ടിന്യൂഷൻ. അതായത് നവംബറിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി മെയ് വരെ വെയിറ്റ് ചെയ്യേണ്ട, ജാനിൽ എഴുതാം എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ നവംബറിൽ നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിന് നിങ്ങൾക്ക് ജാനിലും കിട്ടുള്ളൂ. നിങ്ങളിപ്പോ ഫസ്റ്റ് ഗ്രൂപ്പേ കൊടുത്തിട്ടുള്ളൂ, ജാനിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് അപ്പിയർ ചെയ്യാൻ പറ്റൂല. യുവർ സർക്കിൾ ഇസ് കമ്മിങ് ഇൻ മെയ്. സെൻട്രൽ കണ്ടെയ്ൻമെന്റ് സോൺ ആണോ എന്നുള്ളത് അറിയാൻ നമുക്ക് ലോക്കൽ ഇൻഫർമേഷൻ ബേസിസിൽ മാത്രമേ ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ലൊക്കാലിറ്റിയിലുള്ള ഇൻഫർമേഷൻ ബേസിസിൽ മറ്റ് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ ആരും റെസ്പോണ്ട് ചെയ്യുന്ന സിറ്റുവേഷനിലല്ല. ഓർ ലോക്കൽ ബ്രാഞ്ചസ് ICAയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം എലക്ഷൻ കാരണം ഡിസംബർ എക്സാം മാറ്റൂലേ? അപ്പോൾ ഡേറ്റ് എത്ര വരെ പോകും? എലക്ഷൻ കാരണം ഡിസംബർ എക്സാം മാറ്റൂല എന്നുള്ളത് ICA കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. ദർ ആർ ചാൻസസ് എന്നുള്ള രീതിയിൽ പറയുന്നല്ലാതെ ICA പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡേറ്റ് എത്ര വരെ പോവും? ആ കേസിൽ ICA നോട്ടിഫിക്കേഷൻ വരണം.
ഓപ്റ്റ് ഔട്ട് ചെയ്ത് ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് IC അപ്രൂവ് സബ്മിറ്റ് ചെയ്യാൻ പറയുമോ? ഇതുവരെ പറഞ്ഞത് ഫുള്ള് സെൽഫ് ഡിക്ലറേഷൻ ആണ്, വിച്ച് മീൻസ് ഇറ്റ് സെൽഫ് ഡിക്ലറേഷൻ. ആൻഡ് ഇൻഫാക്ട് ഇതിൽ തന്നെ ക്ലിയർലി പറയുന്നുണ്ട്, ഇതിപ്പോ ഇന്നലെ രാത്രി വന്ന ഓപ്റ്റ് ഔട്ട് വിൻഡോ, അതിൽ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൺ സബ്മിഷൻ ഓഫ് ദി റിക്വസ്റ്റ്, ഈ ലാസ്റ്റ് സെന്റൻസ് കേട്ടോ, അപ്പോൺ സബ്മിഷൻ ഓഫ് ദി റിക്വസ്റ്റ് the candidate will get a successful submission confirmation on screen. പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നെ അതല്ലാതെ ഫ്യൂച്ചറിൽ നിങ്ങളോട് വീണ്ടും ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ആ സ്പോട്ടിൽ നിങ്ങൾ സബ്മിഷൻ കൊടുത്തു എന്നാ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റൂല. ആ സ്പോട്ടിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് വരികയാണ്. സാർ എനിക്കിപ്പോ ഞാൻ നവംബർ എക്സാമിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതി. അതിൽ ഒരു വിഷയത്തിന് എനിക്ക് എക്സംഷൻ കിട്ടി. പക്ഷെ ഞാൻ ഗ്രേഡ് നോക്കിയപ്പോ പാസ്സായിട്ടില്ല. അപ്പൊ വീണ്ടും മെയില് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എഴുതാനിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു വിഷയത്തിന് എക്സംഷൻ കിട്ടിയത് ക്യാരി ഫോർവേഡ് ചെയ്യൂ. നിങ്ങൾ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തതല്ലേ? നവംബറിൽ നിങ്ങൾ ഗ്രൂപ്പ് കിട്ടും. അതായത് ഇപ്പൊ ഈ നവംബറിൽ എഴുതണേ? അതെ, മനസ്സിലായി. നവംബറിൽ ഈ നവംബർ അറ്റംപ്റ്റിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് എക്സംഷനും കിട്ടി. ഇനി ഈവൻ ഇഫ് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്താലും ആ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമേ നിങ്ങൾ എന്താ പറയാ ജാനിലേക്ക് അല്ലെങ്കിൽ മാർച്ചിലേക്ക് എഴുതുന്നുള്ളൂ. ഇവിടെ കിട്ടിയ എക്സംഷൻ വാലിഡ് ആണ്. സോറി, ഇത് സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതുന്നു എന്നല്ല പറയണത്. നിങ്ങൾ ബാക്കിയുള്ള കിട്ടാത്ത പേപ്പേഴ്സ് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ എഴുതുന്നുള്ളൂ. ഓർ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ ഇപ്പൊ May 21 എഴുതുകയാണെങ്കിലും ആ കിട്ടിയ എക്സെപ്ഷൻ വാലിഡ് ആണ്. എക്സെപ്ഷൻ എപ്പോഴും കിട്ടാത്ത നമ്മൾ പറഞ്ഞത് 2 സബ്ജക്ട് അല്ലെങ്കിൽ 3 സബ്ജക്ട് മാത്രം എഴുതി 4th സബ്ജക്ട് നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഏതെങ്കിലും നിങ്ങൾക്ക് എക്സെപ്ഷൻ വരുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കിട്ടൂല എന്ന് നമ്മൾ പറഞ്ഞു. ആ ഗ്രൂപ്പ് ഫുള്ള് റിപ്പീറ്റ് ചെയ്യണം. ഫൗണ്ടേഷന്റെ ക്ലാസ് 20 ഓപ്റ്റ് ഔട്ട് മെയിലേക്കും ചെയ്യാൻ പറ്റൂല? യെസ്, പറ്റും. അതിന് വേറെന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല. ഓപ്റ്റ് ഔട്ട് വിൻഡോ സെയിം ആണ്, ഡിക്ലറേഷൻ ഫോം സെയിം ആണ്. നമ്മൾ ഇവിടെ ആകെ ഈ 2 ഓപ്ഷനിൽ നിങ്ങൾ ഏതിലേക്കാണോ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് എന്ന് ക്ലിയർലി ഈ ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഡിക്ലറേഷൻ ഫോമിൽ സ്ക്രീന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡിക്ലറേഷൻ ഫോമിൽ നിങ്ങൾ ജാനിലേക്കാണെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യും, മെയിലേക്കാണെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഫോം ഒക്കെ സെയിം തന്നെ, വിൻഡോ ഒക്കെ സെയിം തന്നെയാണ്. ജാനിലേക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഗുഡ് ഓപ്ഷൻ ആണോ? ഫൗണ്ടേഷന്റെ ക്ലാസ്സസ് 20 to 25% കംപ്ലീറ്റ് ആവാനുണ്ടെങ്കിൽ അഫ്സൽ ബൈ വിച്ച് മീൻസ് 75 to 80% കംപ്ലീറ്റ് ആയി. And 75 to 80% that is more than sufficient to clear the paper. അപ്പോ അതിൽ നമ്മൾ ആരും എക്സാം എഴുതുന്നതിന് മുമ്പ് 100% കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം അപ്പിയർ ചെയ്യുക. ഇപ്പോൾ എന്റെ കേസിൽ തന്നെ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സാവും എന്നുള്ളത്. അതുവരെ ഞാൻ പൊട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സിറ്റുവേഷനിലായിരുന്നു റിസൾട്ട് വരുന്ന വരെ തന്നെ, എക്സാം എഴുതി കഴിഞ്ഞിട്ടും. സോ ദിസ് ഇസ് മോർ ദാൻ സഫീഷ്യന്റ് ടു ക്ലിയർ ദ പേപ്പർ. അപ്പോ ഇത് ഉള്ള നോളജ് വെച്ചിട്ട് നിങ്ങൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതുന്നത് തന്നെ നല്ലൊരു ഓപ്ഷനാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ വുഡ് സേ. അഗൈൻ ഡിപ്പെൻസ്. ബാക്കി 20-25% കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ICI സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ ബേസിസിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. ഇപ്പോഴും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോഴും ടൈം ഉണ്ട്. മാക്സിമം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ടു റൈറ്റ് ദി എക്സാം ഇൻ നവംബർ ഇറ്റ് സെൽഫ്. ചാറ്റിൽ വന്ന കാര്യങ്ങൾ ഫുള്ള് ഡിസ്കസ് ചെയ്തു. എനി മോർ ക്വയറീസ്? സാർ ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശരിക്കും അത് ഗ്രൂപ്പായിട്ട് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഞാനിപ്പോ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ നവംബറിൽ പോയി ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ മെയിലേക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്താല് മെയിൽ എനിക്ക് എങ്ങനെയാണ് അത് വരിക? നിങ്ങൾ ഇപ്പൊ നവംബറിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതിയിട്ടാണ് ഓപ്റ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം നിങ്ങൾ മെയിൽ എഴുതിയാൽ മതി. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് കേസ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോ ഓപ്റ്റ് ഔട്ടിന് അപ്ലൈ ചെയ്താൽ ഇതിൽ എവിടെയും നിങ്ങൾ ഐ ഇന്റന്റ് ടു ഓപ്റ്റ് ഔട്ട് ദ ഫസ്റ്റ് ഗ്രൂപ്പ്, ഐ ഇന്റന്റ് ടു ഓപ്റ്റ് ഔട്ട് ദ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല. ഇൻഫാക്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് പ്യൂർലി ആർക്ക് മാത്രമുള്ളതാണ്. ഈ 3 റീസൺസിൽ ഏതെങ്കിലും റീസൺ സ്റ്റുഡൻസിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ICI പറയുന്നത്. ബട്ട് ഇതൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണ്. അപ്പോ ദി പോസിബിലിറ്റി ഈസ് ഒരു ഗ്രൂപ്പ് ഫുൾ എഴുതി കഴിഞ്ഞിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം മെയിൽ എഴുതാം.
ഇപ്പൊ ഓപ്റ്റ് ഔട്ട് ചെയ്താൽ ഫുൾ എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് മീനിങ്. അല്ലാത്ത ഒരു ഡൗട്ടാണ്, നമ്മൾ ഇപ്പം ഫൗണ്ടേഷൻ പഠിക്കുന്നതിൽ അതൊക്കെ സബാണ്, ഭാവിയിലും നെസസറിയും അതിന്റെ ഒപ്പം ഇന്റർലും ഫൈനലിലും ഒക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല. സബ്ജക്ട് സാർ അല്ലാത്ത ഒരു ഡൗട്ടാണ്. നമ്മൾ റെഡ്മി നിങ്ങളെ ക്വസ്റ്റ്യൻ എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ അത്രയും ക്ലിയർ ആവും. കേരളയിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ഇതുവരെ ഇലക്ഷൻസ് കാരണം പോസ്റ്റ്പോൺ ആയിട്ടുണ്ട്. ദർ ഇസ് എ ചാൻസ്. പക്ഷെ അത് ICA പറഞ്ഞാൽ മാത്രമേ കൺഫേംഡ് ആവുള്ളൂ. സോ അതിൽ നമ്മൾ ICAയുടെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ക്ലിയർ ചെയ്യാനുള്ളൂ. 2 പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ട്. ഫുൾ ടൈം എംപ്ലോയ്മെന്റിൽ എൻഗേജ്ഡ് ആണ്. ഒരു പേപ്പർ പഠിച്ച് കഴിയാനുണ്ട്. ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ക്ലിയർ ചെയ്യാനുള്ളൂ. 2 പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ട്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആയി. 2 പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ട് എന്നുള്ള ഏരിയ എനിക്ക് മനസ്സിലായില്ല. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എൻഗേജ്ഡ് ആണ്. ഒരു പേപ്പർ പഠിച്ച് കഴിയാനുണ്ട്. ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഗുഡ് ഓപ്ഷൻ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഒരു പേപ്പർ, നിങ്ങൾക്ക് ബേസിക്കലി ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ 2 പേപ്പർ മാത്രമേ എഴുതാനുള്ളൂ എന്ന് പറയുമ്പോൾ ഐ ബിലീവ് ബാക്കിയുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ ഇനി ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, മറ്റേ പേപ്പർ പഠിക്കാൻ ഇപ്പോൾ സഫീഷ്യന്റ് ടൈം ഉണ്ട്. ഇഫ് ദാറ്റ് ഈസ് വാട്ട് നിങ്ങളെ മെസ്സേജ് മെന്റ്, സെക്കൻഡ് ഗ്രൂപ്പ് തീർക്കാനുള്ള സഫീഷ്യന്റ് ടൈം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നോളജ് ഇൻ ദാറ്റ് സബ്ജക്ട്. നിങ്ങൾ ടോട്ടലി ബ്ലാങ്ക് ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് സഫീഷ്യന്റ്, ഐ മീൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാർക്കും ബെനിഫിറ്റ് ഇതാണ്. നമ്മളെ കൺവീനിയൻസ് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ്സസ് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങളെ കൺവീനിയൻസിൽ നിങ്ങൾക്ക് അത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്ജക്ട് ഗ്രിപ്പ് കിട്ടും. പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ക്ലാസ്സിലെ നോളജ് കിട്ടി, പിന്നെ ടെക്സ്റ്റോ കാര്യങ്ങളോ വലിച്ചു വാരി പഠിക്കാതെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോഴും ടൈം ഉണ്ട്. ഇഫ് പോസിബിൾ അല്ലാത്ത തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് നമുക്ക് എപ്പോഴും ചെയ്യാലോ. ആ എക്സാം എഴുതുന്നതിന് മുമ്പ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ ടൈം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കി. മാക്സിമം ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇനി ജാനുവരിയിലും അടുത്ത അറ്റംപ്റ്റിന്റെ ഒക്കെ ഒരുപാട് അൺസർട്ടനിറ്റി ഇപ്പോഴും പ്രിവെയിൽ ചെയ്യാണ്. നവംബർ അറ്റംപ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടല്ലേ കാണൂ Jan 2021 എക്സാം. റിപ്ലൈ ചോദിച്ചത് 7 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ലീസ്റ്റ് മാർക്ക് എലിമിനേറ്റ് ചെയ്യോ അതോ ഫസ്റ്റ് ആൻസർ എടുക്കുമോ? the most chances are നിങ്ങൾ ഫസ്റ്റ് എഴുതിയ 6 എണ്ണം എടുക്കും. they won't be wasting your time. എല്ലാം വായിച്ചിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ള ചാൻസസ് കുറവാണ്. നിങ്ങളെ ലാസ്റ്റ് ആൻസർ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് യൂഷ്വൽ പ്രാക്ടീസ്. അവരെല്ലാം വായിച്ചിട്ട് നമ്മൾ മറ്റ് സ്കൂൾസിലോ അല്ലെങ്കിൽ കോളേജിലോ കാണുന്ന അങ്ങനത്തെ ഒരു ടെൻഡൻസി ഇവിടെ കാണാറില്ല. ഫസ്റ്റ് 6 എണ്ണം എടുക്കും. ബട്ട് ലെറ്റ് മീ ഗ്യാരണ്ടി യു 6 എണ്ണം എഴുതാനുള്ള ടൈം തന്നെ ടൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ 7 എണ്ണം എഴുതുക എന്നുള്ളത് ഇറ്റ് മൈറ്റ് ബി പോസിബിൾ ഇൻ സർട്ടൻ തിയറി സബ്ജക്ട്സ്. മോസ്റ്റ്ലി IT അങ്ങനത്തെ പേപ്പറൊക്കെ നമുക്ക് പോസിബിൾ ആവാറുണ്ട്. കാരണം ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ബാക്കിയുള്ള ലോ ആവട്ടെ, ഓഡിറ്റ് ആവട്ടെ, അങ്ങനത്തെ തിയറി പേപ്പേഴ്സ് ആവട്ടെ, ടാക്സ്, കോസ്റ്റിംഗ്, അക്കൗണ്ട്സ്, ഇതിലൊക്കെ 6 എണ്ണം എഴുതാനുള്ള ടൈം തന്നെ പാക്ട് ആയിരിക്കും. അതർവൈസ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ഫസ്റ്റത്തെ 6 എണ്ണം എടുക്കുക. 2 പേപ്പറിന് എക്സംഷൻ കിട്ടി. സോ ബാക്കി 2 പേപ്പറിന് പാസ്സാകാൻ ടോട്ടൽ 80 കിട്ടിയാൽ പോരെ. ഈ നവംബറിൽ 2 എണ്ണം എഴുതിയിട്ട് ബാക്കിയുള്ളത് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ ആ ഗ്രൂപ്പ് എഴുതിയതായിട്ട് കൂട്ടൂല. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി എക്സംഷൻ ഉണ്ട്, ഇനി ബാക്കി 2 പേപ്പർ ഉള്ളൂ. ഇൻ ദാറ്റ് കേസ് അഗ്രിഗേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ആ എക്സെപ്ഷൻ കിട്ടിയ മാർക്കും കൗണ്ട് ചെയ്യും.
അഗ്രിഗേറ്റിന്. ആ ബാക്കിയുള്ള 2 ഇൻഡിവിജ്വൽ പാസ് മാർക്കുകൾ കിട്ടണം. 40-40. നിങ്ങൾ ചോദിച്ച 80 മാർക്സ്. അത് മതി. സാർ, ഈ ഓപ്റ്റ് ഔട്ട് ഓപ്ഷൻ വാലിഡിറ്റി ഉള്ളത് December 14 വരെയാന്ന് കണ്ടു. അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പൊ അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതില് ഇപ്പൊ 4 പേപ്പർ ഞാൻ എഴുതി കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് തോന്നി. പിന്നെ എനിക്ക് ജാനുവരി വീണ്ടും ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാൻ പറ്റുമോ? 4 ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. December 14th is the last date of foundation exam. നമ്മള് ഒരു ഗ്രൂപ്പ് ഫുള്ള് ഇപ്പൊ നമ്മള് ഇന്ററിന്റെ എക്സാംസ് അതുവരെ പോകുന്നില്ല. ഐ ഗസ് 5ാം തീയതി വരെ അല്ലേ? അല്ല, ഈ ഓപ്റ്റ് ഔട്ട് ഓപ്ഷന്റെ വാലിഡിറ്റി December 14 വരെ ഉണ്ടെന്നാണ് അല്ലേ? അത് നമ്മളെ ലാസ്റ്റ് എക്സാം ഫൗണ്ടേഷൻ ആയതുകൊണ്ടല്ലേ. ഞാൻ ആ പോയിന്റ് ഞാനും കണ്ടിരുന്നു. ബട്ട് ഇപ്പൊ ഈ സ്കീമിൽ ഇവിടെ എവിടെയും കാണുന്നില്ല. ലാസ്റ്റ് എക്സാം ഫൗണ്ടേഷന്റെ ലാസ്റ്റ് എക്സാം 14th വരെ വരുന്നത്. ബട്ട് ഒരു ഇന്ററിലെ സ്റ്റുഡന്റ് ഇന്ററിലെ 2 ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്റ്റ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നില്ലല്ലോ. കാരണം നിങ്ങൾ എക്സാം ഫുൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോവിഡ് ആയാലും പ്രശ്നം എന്താ, അല്ലെങ്കിൽ നിങ്ങൾ വീട് കണ്ടെയ്ൻമെന്റ് സോൺ ആയാലും പ്രശ്നം എന്താ? ഫൗണ്ടേഷനിലെ ലാസ്റ്റ് എക്സാം December 14th ആണ്. ഇന്ററിലെ സ്റ്റുഡൻസിന്റെ എക്സാംസ് അതിന്റെ മുമ്പേ തീരുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റുഡൻസ് അതിന്റെ മുമ്പേ തീരുന്നുണ്ട്. ഫൗണ്ടേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് അതൊക്കെയാണ് ഇന്ററിലും ഒക്കെ വരും അല്ലെ. മാത്സ് നമുക്കിനി പഠിക്കാനില്ല. എക്കണോമിക്സ് നമ്മളെ മെയിൻ പേപ്പേഴ്സ് അല്ല. CA കോഴ്സിലെ മെയിൻ പേപ്പേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അക്കൗണ്ട്സ് ഉണ്ട്, ടാക്സ് ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്, ലോ ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്. ഈ 5 പേപ്പേഴ്സ് ആണ് നമുക്ക് ഒരു മേജർ നമ്മുടെ CA സിലബസിൽ നമുക്ക് പ്രാക്ടീസ് ആവട്ടെ, എംപ്ലോയ്മെന്റ് ആവട്ടെ, കാര്യങ്ങൾ കോമൺലി നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ അതിന്റെ ഫൗണ്ടേഷനിൽ നമുക്ക് അക്കൗണ്ട്സും ലോയുമാണ് നമുക്ക് പിന്നെ ഇന്ററിലും ഫൈനലും റിപ്പീറ്റഡ്ലി വരാനുള്ളത്. ബാക്കി മാത്സിന്റെ ഒന്നും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് വരാൻ പോകുന്നില്ല. ഈ നവംബറിന് ഗ്രൂപ്പ് 1 മാത്രമേ എഴുതുന്നുള്ളൂ. സോ അത് ജാനുവരിയിലേക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യണേൽ ഗ്രൂപ്പ് 1 മാത്രമല്ലേ അപ്പോഴും അറ്റൻഡ് ചെയ്യാൻ. യെസ്, ജാനുവരിയിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു എപ്പോഴും നടക്കുന്ന പോലെ ഉള്ള ഒരു എക്സാം സൈക്കിൾ അല്ല. ഇപ്പൊ ഒരു എക്സെപ്ഷണൽ കേസിൽ ഓപ്റ്റ് ഔട്ടിനവർക്ക് മാത്രം കൊടുത്തൊരു സൈക്കിളാണ്. സോ അവിടെ നമുക്കൊരു സെക്കൻഡ് ഗ്രൂപ്പിന് അപ്പിയർ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ആസ് ഓഫ് നൗ അവൈലബിൾ അല്ല. നവംബർ എക്സാം നിങ്ങൾ എന്തൊക്കെയാണോ എക്സാം ഫോമിൽ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തത് അതേ സാധനങ്ങൾ അതേപോലെ ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ് മെൻഷൻ ചെയ്തത്. ഈ ഒരു പെർട്ടിക്കുലർ കോളം candidates opting out now and to appear in January or February 2021 exams will not have to fill up examination form and their November 2020 details will be carried over for the issuance of fresh admit cards for Jan or Feb 21. നിങ്ങൾ നവംബറിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് അത് തന്നെയാണ് നിങ്ങളെ ഓർക്കേണ്ടല്ലോ. നവംബറിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് അത് തന്നെയാണ് നിങ്ങൾ ജാനുവരിയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. എന്നാൽ May 2021 കേസിൽ അങ്ങനെയല്ല, ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പും എല്ലാം ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എക്സാം സെന്റർ ആക്ച്വലി കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ അവിടെ എക്സാം നടന്നില്ലെങ്കിൽ പോസ്റ്റ് ഓപ്റ്റ് ഔട്ട് ആയി. ICA അത് ICAയുടെ തന്നെ റെപ്രസെന്റേറ്റീവ്സ് കാര്യങ്ങൾ അവർ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ എക്സാം സെന്ററിലേക്ക് അയക്കും. അവിടെ എക്സാമിനേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് എല്ലാവരും ഉണ്ടാവും. സോ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, എക്സാം നടന്നില്ല, ദാറ്റ് ഇസ് പോസ്റ്റ് ഓപ്റ്റ് ഔട്ട്. അപ്പോൾ ആക്ച്വലി കണ്ടെയ്ൻമെന്റ് സോൺ ആയി അവിടെ എക്സാം നടന്നില്ല, അത് ICA കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരൂല. ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ് ഓപ്റ്റ് ഔട്ട് ജാനിലേക്ക് ചെയ്താൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എക്സസ് മാർക്ക് സെക്കൻഡ് ക്യാരി ഫോർവേഡ് കിട്ടും. കിട്ടും, അത് നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കിട്ടും, ക്യാരി ഫോർവേഡ് കിട്ടും ജാനിലേക്ക്. CA final new syllabus first group. I am prepared for November 20. I have prepared almost 80% portions. Have fear with FR. Thinking about opt out due to fear and lack of confidence. Shall I attend now or in Jan? FR weakness ആണോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓക്കെ ആണോ? സ്പെൻഡ് മോർ ടൈം ഇൻ FR.
വി സ്റ്റിൽ ഹാവ് ടൈം. സി ഓപ്റ്റ് ഔട്ട് എന്നുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ മൈൻഡിൽ സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല. FR ഫസ്റ്റ് പേപ്പറാണ്. യു പ്രിപ്പയർ ഫോർ FR വെൽ, ഗോ ആൻഡ് ഗിവ് ദി എക്സാം. ഇഫ് ഇറ്റ് ടേൺസ് ഔട്ട് ഗുഡ്, കുഴപ്പമില്ലല്ലോ, നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇഫ് യു പ്രിപ്പയർ ഫോർ ദ റിമൈനിങ് 3, കാരണം നമ്മൾ പറഞ്ഞല്ലോ ജാനിലൊക്കെ വീണ്ടും ഇനി ഒരുപാട് അൺസർട്ടിനിറ്റി ഉണ്ട്. അത് എക്സാംസ് എങ്ങനെ നടക്കുക, എപ്പോ നടക്കും, കാര്യങ്ങൾ ഫുള്ള് അൺസർട്ടിനിറ്റി ഉണ്ട്. സോ ഇറ്റ് ഇസ് ബെറ്റർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആണ്, അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സർ, ഡ്യൂ ടു സം റീസൺ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ക്ലാസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ഇന്റർ ആണ്. അപ്പോ ഇപ്പൊ ഈ നവംബറിൽ എഴുതാനൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോ ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന സാറ് സജസ്റ്റ് ചെയ്യോ? അത് എന്തായാലും ഞാനിപ്പോ നവംബറിൽ എക്സാം കഴിഞ്ഞാല് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, മെയിലേക്ക് എഴുതണമെങ്കിലും. അപ്പൊ സാറ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുക? ഞാൻ ഓപ്റ്റ് ഔട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല. അതിന്റെ കാരണം എന്താ? കാരണം നിങ്ങൾ ഒരു പക്ഷേ നവംബറിൽ അപ്പിയർ ചെയ്യാൻ പോയിട്ടുള്ള ഒരു റെഗുലർ സ്റ്റുഡന്റ് ആവാം. ഐ ബിലീവ് നിങ്ങൾ അറ്റംപ്റ്റ് കഴിഞ്ഞ മെയ് അല്ലല്ലോ, ഈ നവംബർ അല്ലായിരുന്നോ? ഈ നവംബർ ആയിരുന്നു. കഴിഞ്ഞ മെയ്യിൽ എക്സാം എഴുതേണ്ടിരുന്ന ആൾക്കാർ എക്സാംസ് ഓഗസ്റ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത്, പിന്നെ അത് നവംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത്, പിന്നെ നവംബർ എക്സാം വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത്. അവരെ സ്ട്രെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, എന്റെ സ്റ്റുഡൻസിന്റെ ഡിസ്കഷന്റെ ബേസിസിൽ. അത് നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോ ഓൾറെഡി ഒരുപാട് കൺഫ്യൂഷൻസിന്റെ സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അൺസർട്ടിനിറ്റി, ICAന്റെ എക്സാംസും കാര്യങ്ങളും എല്ലാം എങ്ങനെ എന്തൊക്കെയാന്നുള്ളത്. സോ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോ പ്രിപ്പയർഡ് അല്ല എന്ന് തോന്നിയിട്ട്, നമ്മളെ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് സഫീഷ്യന്റ് ടൈം ഉണ്ട് ജാനിലേക്ക് ചെയ്യാന്നുള്ള നമ്മളെ കാൽക്കുലേഷൻസ് ഒക്കെ ഫുള്ള് തെറ്റുന്ന ഒരു സിറ്റുവേഷനും വരാം. അപ്പോ ഇറ്റ് മൈറ്റ് ബി സച്ച് എ സിറ്റുവേഷൻ വേർ നമ്മൾ പ്രിപ്പയർഡ് ആണ്, പക്ഷെ ഇപ്പൊ എക്സാം നടക്കുന്നുമില്ല. അതിനേക്കാളും ബെറ്റർ അവൈലബിൾ ആയിട്ട് ടൈം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കി. നിങ്ങൾ ഇപ്പൊ തന്നെ ഓപ്റ്റ് ഔട്ടിനെ പറ്റി ആലോചിക്കണ്ട, നമുക്കത് ലാസ്റ്റ് മൊമെന്റ് വരെ ടൈം ഉണ്ടല്ലോ. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവൈലബിൾ ആയിട്ട് ഡേയ്സ് ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ച് എഴുതി തീർക്കുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ്. സജഷൻ അല്ല, ഓപ്റ്റ് ഔട്ട് ചെയ്യൽ നല്ലൊരു ഓപ്ഷൻ ഒരിക്കലും അല്ല. അത്രയും ജെന്വിൻ കൺസേൺസ് ഇപ്പൊ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. 2.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം എക്സാം സെന്ററിലേക്ക് എത്തണം, വിച്ച് മീൻസ് 2.5 അങ്ങോട്ട് 2.5 തിരിച്ച് ഇങ്ങോട്ട് 5 മണിക്കൂറായി. അങ്ങോട്ട് എത്തുമ്പോഴേക്കും തന്നെ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അങ്ങനത്തെ ഒക്കെ കേസസിലൊക്കെ, പ്ലസ് അതിന് പുറമെ ഈ കോവിഡിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള കേസിൽ മാത്രം നമ്മളെ വീട്ടിലെ എൽഡർലി ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഫാക്ടറൊക്കെ നമ്മൾ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പ്ലസ് ഇപ്പൊ എക്സാം സെന്റേഴ്സിൽ അവര് നിങ്ങളെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യും, ബാക്കി അവര് എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ചിലർ ചോദിച്ച ക്വസ്റ്റ്യന്റെ ബേസിൽ ഞാൻ പറയാട്ടോ, സാറേ എനിക്ക് കോവിഡ് ഉണ്ട്, അത് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്നാലും എനിക്ക് എക്സാം എഴുതിക്കൂടെ അവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ? സോഷ്യലി നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. ഈവൻ ഇഫ് നമ്മളെ വീട്ടില് എൽഡർലി ആൾക്കാർ റിസ്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എക്സാം സെന്ററിൽ പോകുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് അറിയില്ല. സോ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. വി ഷുഡ് റിസ്ട്രെയിൻ ഫ്രം സച്ച് പ്രാക്ടീസസ്. നമുക്ക് കോവിഡ് ഉണ്ടെങ്കിൽ പോവാൻ പറയാം. അറ്റ്ലീസ്റ്റ് എന്താ പറയാ, നമ്മളെ ഒരു സെൽഫ് റീസണിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളെ ലൈഫ് ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ റിസ്ക് ആക്കുന്ന സിറ്റുവേഷന് ഉണ്ടാവാൻ പാടില്ല. ഇത്രയും ജെന്വൻ റീസൺ ഉണ്ടെങ്കിൽ മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അതർവൈസ് അത് എഴുതി തീർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ന്യൂ സിലബസ് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് പ്രിപ്പയറിംഗ്. സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുന്നുണ്ട് സർ. സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനുണ്ട്. തിയറി പേപ്പേഴ്സ് 2 സബ്ജക്ട്സ് നോളജ് ഓൾമോസ്റ്റ് 20% മാത്രമേ ഉള്ളൂ. ഞാൻ 2020 ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഗുഡ് ഓപ്ഷൻസ് ആണ്. സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി ഒരുപാട് പേര് ചോദിച്ചത്. പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട്. ഞാൻ എപ്പോഴും പറയാൻ കാരണം എന്താണ്, കാരണം ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പയർ ചെയ്ത് പാസ്സായി ഒരുപാട് ആൾക്കാരെ കേസ് എനിക്ക് അറിയാം. സോ നമ്മൾ വിചാരിക്കണ പോലെ ആവണം കാര്യങ്ങൾ എന്നൊരിക്കലും ഇല്ല. വി മൈറ്റ് നോട്ട് ഹാവ് എനി ഹോപ്പ്, ബട്ട് ഉള്ള ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ലാസ്റ്റ് ഇത് ആക്ച്വലി നടന്ന ഒരുപാട് കേസസ് ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പയർ ചെയ്ത് പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ബേസിസിലാണ് പറയുന്നത് ഇപ്പോഴും സഫീഷ്യന്റ് ടൈം ഉണ്ട്, മാക്സിമം എഴുതി തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ ലെവല് കാര്യങ്ങളൊക്കെ പേഴ്സണലി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വുഡ് ലീവ് മൈ നമ്പർ ഓവർ ഹിയർ. നമുക്ക് ഡിസ്കസ് ചെയ്ത് ആ ബേസിസിൽ മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പ് 3 പേപ്പേഴ്സ് മാത്രമേ പഠിച്ചു ഫുൾ ആക്കിയിട്ടുള്ളൂ. ടാക്സ് ഒന്നും ആയിട്ടില്ല. സോ സാറുടെ ഒപ്പീനിയനിൽ എക്സാം ഓപ്റ്റ് ഔട്ട് ചെയ്യണ്ട.
ടാക്സ് പഠിച്ചോളൂ. I have heard that in North India, in some places, workshops and preschools have been given as exam centers, and thus some people in FINAP are saying that November exam will be cancelled or postponed again. ICA പറഞ്ഞിട്ടില്ല. ICA എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ കൺസേൺ ഉണ്ടായിരുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ICAയുടെ ഫേവറിൽ തന്നെയാണ്. ICA ഫുള്ളി പ്രിപ്പയർഡ് ആണെന്നാണ് പറയുന്നത്. മറ്റ് പല പോയിന്റ്സ് കോർട്ടിൽ പ്രസന്റ് ചെയ്തിരുന്നത് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആൾക്ക് മെയ് വരെ പോകാൻ പാടില്ല. സോ സുപ്രീം കോർട്ട് ICAയുടെ ഫേവറിൽ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞിട്ടാണ് ICA ഇന്നലെ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കണം. ഏത് നമ്മളൊരു സെക്കൻഡ് സൈക്കിൾ എക്സാം കൊണ്ടുവരികയാണ് എന്നുള്ളത്. ICAയുടെ പോയിന്റ് ഓഫ് വ്യൂ ICA ഫുള്ള് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്, പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത്. ബാക്കി അതർ സോഴ്സസ് നമുക്ക് വരുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം നടത്തുന്നതിൽ തന്നെ മുന്നോട്ട് പോവാം. Thank you for your answer. Please give suggestion for CA final preparation after the exam and in between the results. പേരില്ല. Yes, sir. അതാണ് ഞാൻ പറഞ്ഞത്. That requires I require more information from you. നിങ്ങളെ പ്രിപ്പറേഷന്റെ ബേസിസിൽ നിങ്ങളെ എക്സാം കഴിഞ്ഞിട്ട് how was the performance in the exam? ഇപ്പോൾ കോമൺലി ഒരു ഗ്രൂപ്പ് ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഐ വുഡ് സേ നിങ്ങളൊരു 1 വീക്കെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാം. ഒരു എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ അടുത്ത സബ്ജക്റ്റിനെ പറ്റി സ്റ്റഡീസിനോ കാര്യങ്ങളെ പറ്റി ആലോചിക്കാൻ നിൽക്കണ്ട. കാരണം അത്രയും ഒരു എക്സാം എഴുതാൻ CA ഫൈനലിൽ ഒരു എക്സാം എഴുതാന്ന് പറഞ്ഞാൽ തന്നെ അത്രയും സ്ട്രെസ് ആയിട്ടുള്ള സംഭവമാണ്. റിലാക്സ് ചെയ്യുക, ഗീവ് യുവർ സെൽഫ് എ ബ്രേക്ക്. പിന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് വന്ന് ആ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് അത് തറോ ആയിട്ട് തന്നെ ചെയ്യാം. അത് നമുക്ക് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏതെങ്കിലും പേപ്പർ ടഫ് ആയിരുന്നു ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ മാറ്റി വെച്ചിട്ട് ആ സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം പ്രോപ്പർലി ചെയ്യുക. റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രിപ്പറേഷൻ ചെയ്യുക. ഇത് കോമൺ സ്ട്രാറ്റജിയാണ്. ബട്ട് ദിസ് ടൈം ഇത് ഫുൾ എക്സെപ്ഷൻസ് ആണ്. കാരണം ഡിഫെൻസ് നമ്മൾ ജാനുവരിന്റെ റിസൾട്ട് May 21 എക്സാം തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നവംബറിന്റെ റിസൾട്ട് ജാൻ തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. ബട്ട് നവംബറിന്റെ റിസൾട്ടും മെയിന്റെ റിസൾട്ടും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. മെയ് എക്സാമും നവംബറിന്റെ റിസൾട്ടും ആ കേസിൽ സംഭവങ്ങൾ നടക്കും. ഐ വുഡ് ഞങ്ങളോട് പറഞ്ഞ പോലെ എന്റെ നമ്പർ ഞാൻ ലാസ്റ്റിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അടുത്ത് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്ന ബേസിസിലാണ് എനിക്ക് നിങ്ങൾക്കും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. വി ആർ റൈറ്റിംഗ് എക്സാം. സർ സപ്പോസ് that is the last question until now. Okay. സർ സപ്പോസ് വി ആർ റൈറ്റിംഗ് എക്സാമിന്റെ ഇടയ്ക്ക് എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി കോവിഡ് പോസിറ്റീവ് ആയാൽ ഞങ്ങളുടെ ക്ലാസ് ഫുൾ ഓപ്റ്റ് ഔട്ട് ആകുമോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ICA ആസ് സച്ച് പറഞ്ഞിട്ടില്ല. കാരണം ബാക്കി പ്രിപ്പറേഷൻസ് ഫുൾ ICAയുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എന്ന് ക്ലിയർലി പറയുന്നുണ്ട്. അതായത് ക്ലാസ് റൂംസ് സാനിറ്റൈസ് ചെയ്യുന്ന വിഷയങ്ങളും സ്റ്റുഡൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും നിങ്ങൾ ആസ് സച്ച് നിങ്ങളെ സ്റ്റേഷനറി കാര്യങ്ങൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് അലൗഡ് അല്ല, മാസ്ക് കമ്പൽസറി ആണ്, ഫേസ് ഷീൽഡ് ഓപ്ഷണൽ ആണ്, പോസിബിൾ ആണെങ്കിൽ ഇടുക. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി പോസിറ്റീവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സാമും ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്, വളരെ കുറവാണ്. For both group students, can we opt out the second group and prepare for January? Yes, പറ്റും. എങ്ങനെ പറ്റും? ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ പോസിബിൾ ആണ്. റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചോദിച്ചതായിരുന്നു. ഇത്രയും ദിവസം കൊണ്ട് ഒരു ഗ്രൂപ്പ് പഠിച്ചാൽ തീരുമോ? തീരും. ടോട്ടലി ബ്ലാങ്ക് ആണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഈ ഉള്ള ഡേയ്സിൽ ക്ലാസ് തീർക്കുക. ആ നോളേജ് വെച്ചിട്ട് തന്നെ പോയി ഒന്ന് എക്സാം എഴുതി വെക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും ടെക്സ്റ്റ് ഫുള്ള് വലിച്ചു വാരി എഴുതാൻ നിൽക്കരുത്. പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ്, സജസ്റ്റഡ് ആൻസേഴ്സ്, അതും കഴിഞ്ഞ് 3 അറ്റംപ്റ്റ് RTP ഇഫ് പോസിബിൾ. ഇത് എങ്ങനെ നമ്മൾ ചെയ്യുക? നമ്മൾ ലേറ്റസ്റ്റ് RTP എല്ലാ സബ്ജക്റ്റിനും ലേറ്റസ്റ്റ് RTP ചെയ്യുക. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ അറ്റംപ്റ്റ് RTP ചെയ്യുക എല്ലാ സബ്ജക്റ്റും. അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ RTP. ആൻഡ് ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. RTP MTP ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ഞെട്ടൽ വരാറുണ്ട്. കാരണം നമ്മൾ പഠിച്ച സബ്ജക്ട്സ് തന്നെ അല്ല RTPയിലെ ക്വസ്റ്റ്യൻസ്, നല്ല ഹെവി ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊരു എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് ലെവലിലുള്ള സ്റ്റുഡൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു അബവ് ആവറേജ് സ്റ്റുഡൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു രക്ഷയില്ലാത്ത നല്ല ഹെവി സാധനങ്ങൾ ഉണ്ടാവും, കുറച്ച് പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ
ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് അനുസരിച്ച് തന്നെ ICAക്ക് ആ സ്റ്റുഡന്റിന്റെ കാലിബർ ജഡ്ജ് ചെയ്യാൻ പറ്റും. ഈവൻ ഈ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ ഫുൾ ഫൈനൽ ആൻസർക്ക് എത്തിച്ചില്ലെങ്കിലും നിങ്ങൾ വർക്കിംഗ് നോട്ട്സ് വെച്ചിട്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും RTP MTPയിൽ ഹെവി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് RTP MTPയിൽ യൂഷ്വലി ഉണ്ടാവുക. നമ്മൾ ചിലപ്പോൾ ഡിമോട്ടിവേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസും വരാം. ബട്ട് അത് ചെയ്യല് കമ്പൽസറി ആണ്. കാരണം എന്താ? കാരണം നമ്മൾ ഇത് ചെയ്യാതെ നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിലാണ് നമ്മൾ ഞെട്ടുക. സോ അതിനേക്കാളും ബെസ്റ്റ് കുറച്ച് നേരത്തെ ഞെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്ന് നമുക്ക് ഫാക്കൽറ്റിനോട് ചോദിച്ച് കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ ഫൈനൽ എക്സാമിന് അത്രയും ഹെവി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് വരും, ബട്ട് അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാതെ നമ്മൾ കുറെ പഠിച്ച് നമ്മൾ വിചാരിച്ച നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ബട്ട് അവര് ഏത് ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അവർ നമ്മുടെ അടുത്ത് എങ്ങനെ ആൻസർ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ വി ആർ ഗോയിങ് ടു ബി ഇൻ ട്രബിൾ. സോ ICA പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP MTP സജസ്റ്റഡ് ആൻസേഴ്സ് MCQs ഉള്ള സബ്ജക്ട്സിൽ ഇത് കോമൺലി സ്റ്റുഡൻസ് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ICA സൈറ്റിൽ തന്നിട്ടുള്ള MCQs മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരുപാട് ബുക്സിൽ 500 MCQ 1000 MCQ പലതിലും ആൻസേഴ്സ് തന്നെ മിസ്മാച്ച് ആയിരിക്കും. അതിലൊന്നും ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ജസ്റ്റ് എന്താണ് പാറ്റേൺ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് ICAയുടെ സാമ്പിൾ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി MCQയുടെ പ്രിപ്പറേഷൻ അതിന്റെ കൂടെ നടക്കുകയാണ്. ഇപ്പൊ പല MCQസും കേസ് സ്റ്റഡി ഇന്റഗ്രേറ്റഡ് കേസ് സിനാരിയോ എന്നാ പറയുന്നത്. നേരത്തെ മാതിരി ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒരു ചെറിയ സെന്റൻസ് പറഞ്ഞിട്ട് അതിന് 4 ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല പറയുന്നത്. ഒരു വലിയ കഥ തരും. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് എക്സാം ഉണ്ടായ പോലെ എന്നിട്ട് ആ കഥനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ അതിന് ജസ്റ്റ് പാറ്റേൺ മനസ്സിലാക്കാനുള്ള ICA തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഫുള്ള് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഏരിയ ഓട്ടോമാറ്റിക്കലി കവേർഡ് ആവും. സോ ഈവൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ഒക്കെ വായിച്ചാൽ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവും കേട്ടോ. സ്റ്റാർട്ടിങ് നമുക്കൊന്നും അറിയില്ല, നമ്മൾ ടെക്സ്റ്റ് തുറക്കുകയാണ് അപ്പൊ തന്നെ അടച്ചു വെക്കാനാണ് തോന്നുന്നത്. അപ്പൊ അത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ ഒരു ക്ലാസ് നിങ്ങൾ എടുത്തിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒന്നും വേണ്ട. അപ്പൊ ഈ കോവിഡ് കാര്യങ്ങൾ വന്നതിന് ശേഷം യൂട്യൂബിൽ ഒരുപാട് ഫാക്കൽറ്റി ക്ലാസ്സസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലേൺ ദ സബ്ജക്ട്സ്. ആ ചെയ്യണ പാരലലി അതിലുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് കവറപ്പ് ചെയ്യാൻ നോക്കുക. ടെക്സ്റ്റിന്റെ തന്നെ ലാസ്റ്റിൽ അല്ലെങ്കിൽ ഇടയിൽ തന്നുള്ള എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ കവറപ്പ് ചെയ്യാൻ നോക്കുക. ആ നോളജ് വെച്ചിട്ട് പോയാലും പാസ്സായ കേസസ് ഉണ്ട്. ആ ബേസിസിൽ ഞാൻ പറയുന്നത്. സോ ഹോപ്പ് വിടേണ്ട, ഓപ്ഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്, പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് മൊമെന്റിലും അപ്ലോഡ് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. Name is Jason Karsa. Sorry, I have prepared well for CFN first group. Planning for second group, even the fear of result from me. ഞാൻ ആകെ മിക്സപ്പ് ആയി. ജയ്സൺ സർ, നിങ്ങൾ prepared well for first group, planning for second group. Okay, നിങ്ങൾ both group അപ്ലൈ ചെയ്ത് പ്ലാനിങ്. ഓക്കെ. കോർപ്പറേറ്റ് ലോയിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്? ആസ് സച്ച് CA കോഴ്സിൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് പറയാനില്ല, ബട്ട് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് ICA. അപ്പൊ അത് നമുക്ക് ICAയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഒരു പാസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ എന്നുള്ളത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആണ്. ആ ഏരിയസ് പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചാർജസ് എന്താണ്, ഓരോ ഫാക്ടറിന്റെ ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോ ലേറ്റസ്റ്റ് അമെന്റ്മെന്റിന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഓരോ ചാപ്റ്റർ അമെന്റ്മെന്റ് വരുന്നതനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് അവർ സെലക്ട് ചെയ്യാറുണ്ട്. ഇൻഫാക്ട് ആ പാറ്റേൺ നമുക്ക് ആ അറ്റംപ്റ്റിൽ RTP എന്നൊക്കെ നമുക്ക് കിട്ടും. ഈ ചാപ്റ്ററിന് കൂടുതൽ MCQs ആണ് അവർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. സോ എന്താണ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ അല്ലെങ്കിൽ നമ്മളെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ബേസിക് മെയിൻ ഹീറോസ് ആയി നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. ചാർജസ് എന്നുള്ള ചാപ്റ്റർ പലപ്പോഴും ചാർജസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ പലപ്പോഴും എന്താണ് ചാർജസ് ഒക്കെ എസ്പെഷ്യലി എന്താണ് നമ്മളെ MCQ അങ്ങനത്തെ ഏരിയസിലൊക്കെ ഹീറോസ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. ബട്ട് ഇതൊക്കെ ജസ്റ്റ് പാസ്റ്റിലെ ട്രെൻഡ് മാത്രം. ICAങ്ങൾക്ക് ICAയുടെ സൈറ്റിൽ വെയിറ്റേജ് തന്നിട്ടുണ്ട്. ആ വെയിറ്റേജ് ICA മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഈ ചാപ്റ്ററിന് ഒരു ക്ലാസ് ഇന്റർവെല്ല പറയട്ടോ, ഈ ചാപ്റ്ററിന് നമ്മൾ 10 to 15 മാർക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെ തന്നെ ചോദിക്കും. അത് ഡിസ്ക്രിപ്റ്റീവ് ആവാം, MCQ ആവാം. ബാക്കിയുള്ളത് അവർക്ക് ഓൾ ടുഗദർ എങ്ങനെ വേണമെങ്കിലും മറിച്ചിടാൻ പറ്റും പാറ്റേൺ. കാരണം ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് 4 അറ്റംപ്റ്റ് തന്നെ ടോട്ടലി പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അറ്റംപ്റ്റ്സ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ സിലബസ് വന്നു, പിന്നെ അതിന്റെ MCQ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ MCQ ഇന്റഗ്രേറ്റഡ് കേസ് സിനാരിയോ എന്നുള്ള സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു, സിലബസിൽ കുറെ ചേഞ്ചസ് വന്നു. സോ ആസ് സച്ച് നമുക്കൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്നുള്ളത്
റിസ്കി ഫാക്ടറാണ്, സെലക്ടീവ് സ്റ്റഡി ഒരു റിസ്കി ഫാക്ടറാണ്. എല്ലാത്തിന്റെ എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടാക്കി വെക്കാൻ നോക്കുക നിങ്ങൾ. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 70-80% എങ്കിലും എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കുക. ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുക്കാറോ, നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എന്തായാലും ഇല്ല. ബാക്കി നമുക്ക് വെയിറ്റേജിന്റെ ബേസിസിൽ നമുക്ക് അത് ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ഐസിഎ സൈറ്റ്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്റെ നമ്പർ ഇവിടെ ഇപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഞാൻ വെയിറ്റേജ് അയച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. 58479037965847. Yeah. I have completed roughly 50% of first group. So we have enough time to complete the portion independent new syllabus. Is studying the scanner enough and RTP enough? 50% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 50% നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ടൈം ഉണ്ട്. നിങ്ങൾ ഒരു ബേസിക് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ എന്താ പറയാ, ഈ ഒരു കംപ്ലീറ്റ് ചെയ്ത ഈ 50% റിവിഷന്റെ ഒരു ടൈം, എക്സാമിന്റെ എന്താണ് കുറച്ച്, അതായത് റിവേഴ്സ് വർക്കിംഗ് പോലെ. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് എക്സാം അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട്സിന്റെ തൊട്ട് മുമ്പത്തെ റിവിഷൻ നിങ്ങൾ അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. സെക്കൻഡ് എക്സാം വിച്ച് എവർ സബ്ജക്ട് അതാണ് നിങ്ങൾ സെക്കൻഡ് ലാസ്റ്റ് പഠിക്കുന്നത്. ആ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി 50% ഗിവ് ഇറ്റ് എ ട്രൈ. ഈ റെക്കോർഡഡ് ക്ലാസ്സിനൊക്കെ പലതിന്റെ ബെനിഫിറ്റ് നമുക്ക് സ്പീഡ് കൂട്ടി കാണാൻ പറ്റും. നമുക്ക് ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ ടഫാണ്, അത് മാത്രം കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക്, റിസോഴ്സസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ദർ ആർ സ്റ്റിൽ ചാൻസസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. Articleship experience and age matters in CA. General question matters. Yeah. CA കോഴ്സ് ചില കോമൺ ഫാക്ടേഴ്സ്, നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എത്ര മാർക്കിനാണ് പാസ്സായത് എന്നുള്ളൊരു മനുഷ്യനും ചോദിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഏത് അറ്റംപ്റ്റിലാണ് പാസ്സായത്, ഇതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. ഒബ്വിയസ്ലി ഓൾ ഇന്ത്യ റാങ്ക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഓണറാണ്, അതൊരു ബാഡ്ജാണ്. പിന്നെ നമുക്ക് ഓരോ പ്ലേസ്മെന്റ് അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഫേമിൽ, ബിഗ് ഫോറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമിൽ ജോയിൻ ചെയ്യണം. അവർ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. അതല്ലാതെ യുവർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സെയിം ആണ്, ഒരുപാട് അറ്റംപ്റ്റ് എടുത്ത് പാസ് ഔട്ട് ആയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സെയിം ആണ്, ഹെവി മാർക്സോട് പാസ്സായ ആളും സെയിം ആണ്, ജസ്റ്റ് പാസിൽ പാസ്സായാലും സെയിം ആണ്. അതില് വിഷയങ്ങളില്ല. ആർട്ടിക്കിൾഷിപ്പിലെ എക്സ്പീരിയൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾഷിപ്പ് ഇസ് വൺ ഏരിയ വേർ നമുക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്ത് IT റിട്ടേൺ ഫയൽ ചെയ്യാൻ പഠിച്ച് 3 വർഷം, ഞാൻ IT റിട്ടേൺ ഫയൽ ചെയ്യാൻ ഞാൻ നല്ല കോൺഫിഡന്റ് ആയി, എന്നാൽ ബാക്കിയുള്ള ഏരിയസ് ഒന്നും ഞാൻ റിസ്ക് എടുക്കണ്ട, 3 വർഷം ഞാൻ ഇത് മാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പോ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. നമ്മള് പുതിയ വർക്ക്സ് കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഫേമിൽ നിന്ന് അസൈൻ ചെയ്ത് കിട്ടാൻ പറ്റും, പ്രിൻസിപ്പലിൽ നിന്ന് കിട്ടാൻ പറ്റും, അത് ഫുള്ള് പ്രാക്ടീസ് ചെയ്യുക. ഈവൻ ഇഫ് നിങ്ങൾ കൊളാക്കിയാലും മാക്സിമം പറ്റാൻ പോകുന്നത് പ്രിൻസിപ്പലിൽ നിന്ന് കുറച്ച് ചീത്ത കിട്ടും, അത് കേൾക്കുക. കാരണം ഈ സ്റ്റേജിൽ നമുക്ക് മാക്സിമം മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും, നമ്മളെ ക്ലയൻസ് അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ സ്റ്റുഡന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കാണുന്നത് വേറെ ആംഗിൾ ആണ്. അവര് പിന്നെ നിങ്ങളൊരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള റിസോഴ്സസ് പൊതുവെ കുറവാണ്. എന്നോട് സെയിം ടോട്ടലി ഇല്ല എന്നുള്ളതല്ല, ഒരു എക്സ്ക്യൂസ് ഇല്ല അവിടെ എന്നുള്ള രീതിയിലാണ് പലരും കാണുക. സോ ആർട്ടിക്കിൾഷിപ്പ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏരിയയാണ്. ഇൻഫാക്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ പല ആൾക്കാരും ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കിട്ടാതെ വരുമ്പോൾ അവർ ചൂസ് ചെയ്യുന്നത് CA ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടോ എന്നുള്ളതാണ്. പല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്നോട് ക്ലയൻസ് ചോദിക്കുന്ന ബേസിൽ ഞാൻ പറയുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത ഒരാള് ഓൾമോസ്റ്റ് ഇന്ന് അത് ലേറ്റസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഔട്ട്ഡേറ്റഡ് നോളേജ് അല്ല. നമ്മളെ സിലബസ് പുതിയതാണ്, നമ്മൾ ആർട്ടിക്കിൾഷിപ്പിൽ ചെയ്യുന്ന സാധനം പുതിയതാണ്. സോ മാറ്റേഴ്സ്, ഏജ് മാറ്റേഴ്സ്. അതിനാണ് ഞാൻ ആൻസർ പറഞ്ഞത്. എപ്പോൾ പാസ്സായി, എത്ര മാർക്കിന് പാസ്സായി എന്നുള്ള റെലവെന്റ് അല്ല. വൺസ് യു ആർ ചാർട്ടേഡ് അക്കൗണ്ട്, യു ആർ ചാർട്ടേഡ് അക്കൗണ്ട്. പക്ഷെ എത്ര നേരത്തെ എൻ്റർ ചെയ്യാൻ പറ്റുമോ മാർക്കറ്റിൽ, അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, എത്ര നേരത്തെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് എനിത്തിങ്. അത് ബിസിനസ് ആവട്ടെ, ഏത് പ്രൊഫഷൻ ആവട്ടെ, നമ്മൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ചാൻസ് കിട്ടാണ്. അതർവൈസ് ഏജ് ഇസ് നോട്ട് എ മാറ്റർ. ആർട്ടിഫിഷ്യൽ എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് എ ബിഗ് ഫാക്ടർ. I would suggest നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ I have given my number over here. നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ ടൈം റെസ്പെക്ട് ചെയ്യണം. ഈ ടോപ്പിക്കിൽ നമ്മൾ ഓപ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഇത് മാത്രം ബന്ധപ്പെട്ട് നോളജ് കിട്ടാൻ വന്ന ആൾക്കാരെ നമ്മൾ
സാർ ഇനി എക്സ്ട്രാ ആയിട്ടൊന്നും പറയാനില്ലല്ലോ സാർ എക്സാം റിലേറ്റഡ് ആയിട്ട്? എന്താരാ ട്രിപ്പിൾ ആയിരുന്നോ? ഞാനോ? ആ അല്ല, ഞാനിപ്പോ പറയണത് ഫുള്ള് ഇല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്സ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഫുള്ള് ക്വയറീസ് ആണ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ ഇവിടെയും പറഞ്ഞത്. നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ഫുള്ള് ഐ ഹാവ് ഷെയർഡ് മൈ നമ്പർ ഓവർ ഹിയർ. നമുക്ക് ചോദിക്കാം. കേൾക്കുന്നില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? Is it done? ജേസൺ കാർ, നിങ്ങള് വാട്സാപ്പ് നമ്മള് ടോപ്പിക് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് അതിപ്പോ ആൻസർ ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ ഓൾറെഡി കുറെ പോയിന്റ്സ് അങ്ങനെ ടോപ്പിക് റിലേറ്റഡ് അല്ലാത്ത ഡിസ്കസ് ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിന്റെ ടൈം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഐ വുഡ് ഹെൽപ്പ് യു ഔട്ട്, ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. എനിത്തിങ് മോർ ഓപ്റ്റ് ഔട്ട് അല്ലെങ്കിൽ നവംബർ 20 എക്സാം സൈക്കിൾ ബേസ്ഡ്? താങ്ക് യു. See, like I told you, ലാസ്റ്റ് മാത്രം ഓപ്റ്റ് ഔട്ടിനെ പറ്റി ആലോചിക്കുക. അത് തീർത്ത് കഴിഞ്ഞാൽ അതിന്റെ റിലീഫ് വേറെ തന്നെ. ഓൾറെഡി സ്ട്രെസ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ മെയ് എക്സാമിൽ എഴുതേണ്ട സ്റ്റുഡൻസിനോട് കുറച്ചൊന്ന് സംസാരിച്ച് നോക്കിയാൽ മതി. അതെ, ജെന്വിൻലി നല്ല എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാർ എത്രമാത്രം സ്ട്രെസ്സിലാണ് പോകണമെന്നുള്ളത്. അപ്പൊ തീർത്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡും ഫ്രീ ആയി. അപ്പൊ നമ്മളതൊരു ബോണസ് ഐ സി ഓപ്ഷൻ തരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. ICA 2 ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ 2 ഗ്രൂപ്പ് എഴുതുന്നതിനെ പറ്റി ആലോചിക്കും. 8 സബ്ജക്ട്സ് ICA 4 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അവിടെ നമ്മൾ 2 സബ്ജക്ട് മാത്രം എഴുതുന്ന രീതിയിലേക്ക് നമ്മൾ ആലോചിക്കും. നേരെ മറിച്ച് 8 സബ്ജക്ട് ആണ് നിങ്ങൾക്ക് സിലബസിലുള്ളത്, അത് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതും ചെയ്യും. ഇതിപ്പോ നാളെ 3 ഗ്രൂപ്പ് ഉണ്ടാക്കി 12 സബ്ജക്ട് കൊടുത്താലും അതും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോ നമ്മള് ഉള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എത്രയും നേരത്തെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും റിപ്പീറ്റഡ്ലി നമ്മുടെ ലൈഫിൽ വരണം എന്നില്ല. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത ആളാണ്. CA CPT IPCC ഫൈനൽ ഫുൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ക്ലിയർ ചെയ്ത ആളാണ്. ബട്ട് ഇപ്പോഴും നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് CA ഇന്റർവ്യൂ വീണ്ടും എഴുതാനുള്ള ധൈര്യം ഉണ്ടോ അല്ലെങ്കിൽ ഫൈനൽ എഴുതാനുള്ള ധൈര്യം ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് പോയി പണിയാക്കാൻ പറ, ചത്താലും എഴുതൂല. കാരണം ആ സബ്ജക്ട്സിൽ എനിക്ക് കിട്ടിയ മാർക്സിന്റെ കോമ്പിനേഷൻ ഒക്കെ ഇനി ഒരു പക്ഷെ എനിക്ക് കിട്ടണം എന്നില്ല. ആൻഡ് അതിന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള സ്ട്രെസ്സും കാര്യങ്ങളും. ഞാനിന്ന് ക്വാളിഫൈഡ് ആണ്, പ്രാക്ടീസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. ബട്ട് CA സ്റ്റുഡന്റ് ആയി നിൽക്കണം അത്ര സ്ട്രെസ് എന്തായാലും എനിക്കിപ്പല്ല. അത് വേറെ തന്നെ ഒരു സാധനമാണ്. അത് പറയാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റാതെ, അത്രയും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രെസ് ലെവലാണ്. അത് നമ്മൾ എത്ര നേരത്തെ തീർക്കുന്നോ അത്രയും ബെറ്റർ ആണ്. നമുക്ക് ഈ ഓപ്ഷൻസ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ലേസി ആവുന്നത്. നിങ്ങൾക്കുള്ള റിസോഴ്സ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഫാക്കൽറ്റി നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് ICA തന്നെ ഒരു മെറ്റീരിയൽ ഇൻഫർമേഷൻ കൂട്ടിക്കൊണ്ടുവരണം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ICA ആകെ ബുക്സ് ജസ്റ്റ് നിങ്ങൾക്ക് സിലബസ് ആണ് പറഞ്ഞുതരും. ഇത് ബാക്കി എവിടുന്ന് ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടണം അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനാ പറയാം. ഇപ്പൊ ICA അവരെ മെറ്റീരിയൽസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റിന്റെ മേലെ ടെക്സ്റ്റ്, പിന്നെ അതിന്റെ പുറമെ RTP MTP, നമ്മൾ പാസ്റ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അതിന് നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഇതൊക്കെയാണ്. ഇത് ഫുൾ ICA പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്ത് ദിസ് ഈസ് പോസിബിൾ. അത് എന്റെ എക്സ്പീരിയൻസും ബേസിൽ ഞാൻ പറയണം, എന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസും ബേസിൽ ഞാൻ പറയണം. ഞാനും എഴുതി കഴിഞ്ഞ് പാസ് ആയപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ കോഴ്സാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സുമാണ് എന്നുള്ളത്. ഐ എം റിയലി താങ്ക്ഫുൾ ടു ഓൾ ദ പീപ്പിൾ ഹു ഹാഡ് മോട്ടിവേറ്റഡ് മീ. എനിക്കും പറ്റൂല എന്ന് വിചാരിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ മോട്ടിവേഷൻ തരാനുണ്ടായിരുന്നു. അപ്പൊ ആ ബേസിസിൽ തന്നെ ഇന്നിപ്പോ ഞാൻ ഫാക്കൽറ്റി ആകുമ്പോൾ ഏതൊരു ഫാക്കൽറ്റി അവരുടെ സ്റ്റുഡൻസ് ഇത് പാസ് ചെയ്ത് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുള്ളൂ. സോ അതിന് നമ്മളെ സൈഡിൽ നിന്ന് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് നമ്മൾ ചെയ്യാനും നോക്കാം. അപ്പൊ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രം കണ്ടുവെക്കുക. മാക്സിമം എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതന്നെ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാം.